ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MMPC 0003 എന്ന പേപ്പറാണ്. ബിസിനസ് എൻവയോൺമെന്റ്. ഈ പേപ്പർ ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ള പേപ്പറാണ്. ഓക്കെ, ഇതില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 ബ്ലോക്സ് ആണുള്ളത്. ഓക്കെ, 4 ബ്ലോക്സ് ആണുള്ളത്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എൻവയോൺമെന്റ്, ബ്ലോക്ക് 2 ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ എക്കോണമി, ബ്ലോക്ക് 3 സ്ട്രക്ചറൽ റിഫോംസ്, ബ്ലോക്ക് 4 ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ്. ഓക്കെ, ഇത്രയും ബ്ലോക്സ് ആണ് ഇതിലുള്ളത്, ഈ ഒരു പേപ്പറിലുള്ളത്. ഇതിന്റെ ഓരോ ബ്ലോക്സിൽ എന്ത് വരുന്നുണ്ട്, 2 or 3 ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ള ഈ പേപ്പറിൽ. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ വരുന്നുണ്ടാവും, എന്താണ് ബിസിനസിനെ കുറിച്ചാണ്. ബിസിനസിന്റെ എൻവയോൺമെന്റ് ആണ്. അതായത് ബിസിനസ് ഒരു സൊസൈറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലൊക്കാലിറ്റി നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോൾ, ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു എൻവയോൺമെന്റ്, ഓക്കെ, അത് എന്തിനെ ബാധിക്കുന്നുണ്ട്, ബിസിനസിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ബിസിനസിനെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസിനെ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഓഫീസിലുള്ള ആ ഒരു എൻവയോൺമെന്റിനെ, ഓഫീസിന് പുറത്ത് ആ എൻവയോൺമെന്റ്, അതായത് ആ ഓഫീസ് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആ കമ്പനി നിലനിൽക്കുന്ന ആ എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വർക്കിംഗ് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ വർക്കേഴ്സിനെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, നമ്മൾ പെട്ടെന്ന് ഔട്ട്പുട്ടിലോട്ട് എത്തുന്നുണ്ട്. ബട്ട് നമ്മൾ മെന്റലി ഈ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഗുഡ് ആയിട്ട് നല്ല രീതിയിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നല്ലതല്ല, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് എൻവയോൺമെന്റ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് അവിടെ ഒരിക്കലും നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. അതായത് നമ്മൾ മെന്റലി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല നമ്മൾ ചെയ്യുന്ന വർക്കിൽ. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സാലറിക്കാണ്, ബട്ട് എങ്കിലും കൂടി എന്താണ്, നമുക്ക് മെന്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ എൻവയോൺമെന്റ് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീടായിക്കോട്ടെ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിൽ തന്നെ എടുത്ത് നമുക്കറിയുന്നത്, വീട്ടിലാണെങ്കിൽ പോലും എന്താണ്, നമ്മൾ ജീവിക്കുന്ന ആ ലൈഫ് സിറ്റുവേഷൻ, ഓക്കെ, ആ എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി അഫക്ട് ചെയ്യുന്നുണ്ടോ, ചിലപ്പോൾ ചില കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അഫക്ട് ചെയ്യുന്നില്ല, ബട്ട് ഇൻഡയറക്ട്ലി അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെയാണ് ഒരു ബിസിനസ് ഒരു കമ്പനി നിലനിൽക്കുമ്പോൾ, ഒരു കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ആ കമ്പനി സ്ഥിതി ചെയ്യുന്ന ആ ലൊക്കാലിറ്റിയിൽ വരുന്ന ആ ഒരു എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസിനെ, ആ ഒരു കമ്പനീനെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു ഹോൾ പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് എൻവയോൺമെന്റ് ബിസിനസിനെ അഫക്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ്, ഏതൊക്കെ തരത്തിലാണ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതൊക്കെ ബിസിനസിനെ അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ബിസിനസിന്റെ സർവൈവിങ്ങിനെ ബാധിക്കുന്നുണ്ടോ, ബിസിനസിന്റെ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് ഇത് ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഗുഡ് വിൽ അറ്റൻഡ് ചെയ്യാൻ ഇത് കാരണമാകുന്നുണ്ടോ, അതൊക്കെ എന്താണ് ഈ ഒരു ഹോൾ പേപ്പറിൽ നമ്മൾ മൊത്തം പഠിക്കും. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1 ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ആൻഡ് എൻവയോൺമെന്റ്. നമുക്ക് നോക്കാം എന്താണ് ഈ ചാപ്റ്റർ കവർ ചെയ്യുന്നത്, നമുക്ക് നോക്കാം. ഇതിൽ 2 വേർഡ്സ് പറയുന്നുണ്ട് അല്ലെ, 2 വേർഡ്സ് പറയുന്നുണ്ട്, ബിസിനസ് ആൻഡ് എൻവയോൺമെന്റ്. ബിസിനസ് എന്താണെന്നും പറയുന്നുണ്ട്, അതേപോലെ എൻവയോൺമെന്റ് എന്താന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. പിന്നെയാണ് എന്ത് പറയുന്നത്, എന്തുകൊണ്ടാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്താ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അറിയാം ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം ബിസിനസ് എന്തിനാണ് ബിസിനസിന് മെയിൻ എയിം എന്താ, പ്രോഫിറ്റ് മോട്ടീവ് ആണ് അല്ലെ. മെയിൻ എയിം എന്താണ്, പ്രോഫിറ്റ് മോട്ടീവ് ആണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന്റെ ഒരു സൈഡ് എന്തുണ്ട്, സോഷ്യൽ വെൽഫെയർ ഉണ്ടെങ്കിൽ കൂടി, ബട്ട് നമ്മുടെ മെയിൻ എയിം എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഇൻപുട്ടിൽ നിന്ന് എന്തുണ്ടാക്കുന്നു, ഔട്ട്പുട്ടിലോട്ട് എത്തിക്കുന്നു. ആ പ്രോസസ്സിംഗാണ് എന്ത് പറയുന്നത്, ഒരു ബിസിനസ് എന്നുള്ളത് പറയുന്നത് അല്ലെ. ബിസിനസ്സോട് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ കുറച്ച് ഇൻപുട്ട്, അതായത് റോ മെറ്റീരിയൽസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഔട്ട്പുട്ടിലോട്ട്, ഒരു ഫിനിഷ്ഡ് പ്രൊഡക്ട്സിലോട്ട് എന്താക്കി മാറ്റുകയാണ്, പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിങ്ങിനാണ് എന്ത് പറയുന്നത്, ബിസിനസ് ആക്ടിവിറ്റി എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബിസിനസ്സിലെ പ്രോസസ്സുകൾ. ഓക്കെ, അതായത് ഒരു പ്രൊഡക്റ്റ്, ഒരു ഫൈനൽ ഗുഡ്സ് കസ്റ്റമേഴ്സിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ എന്താവണം, ഇത്
കുറച്ച് റോ മെറ്റീരിയൽസ് വേണം. അതിനെ ഒരുപാട് വർക്കേഴ്സിന്റെ സഹായത്തോടു കൂടി മെഷീനറീസിന്റെ സഹായത്തോടു കൂടി എന്താക്കുന്നുണ്ട്, നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിലോട്ട് എത്തിക്കുന്നുണ്ട് അല്ലെ. ഒരു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി അത് മാറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു ഔട്ട്പുട്ടിലോട്ട് എത്തിക്കുന്ന ആ പ്രോസസ്സിംഗ് എന്താണ്, ഒരു ബിസിനസ് പ്രോസസ്സാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ആ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് വിൽക്കുന്നുണ്ട്, ബയേഴ്സിന് ഹോൾ വേൾഡിൽ വിൽക്കുന്നുണ്ട്. നമ്മൾ ആ പ്രൊഡക്ട്സ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, റവന്യൂ കിട്ടുന്നുണ്ട്, നമുക്ക് സെയിൽ, നമുക്ക് റവന്യൂസ് വരുന്നുണ്ട്, നമുക്ക് ഏർണിങ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് എന്ത് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റിയിൽ സംഭവിക്കുന്ന അതാണ്. എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ റിലേറ്റ് ചെയ്യേണ്ട 2 വേർഡ്സ് ആണ്, ബിസിനസ്സും എൻവയോൺമെന്റും. ബിസിനസ് എങ്ങനെയാണ്, അതായത് എൻവയോൺമെന്റ് എങ്ങനെയാണ് ബിസിനസിനെ അഫക്ട് ചെയ്യുന്നത്, എന്തുകൊണ്ട്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്ട് ചെയ്യുന്നത്, എല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണിത്. ഓക്കെ, നോക്കാം. The term environment refers to the totality of all the factors which are external to and beyond the control of individual business enterprises and their managements. അതായത് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ബിസിനസിന്റെ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പുറത്തുള്ള ഫാക്ടേഴ്സും ഉണ്ട്, അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഓക്കെ, ബിസിനസിന്റെ ഈ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ബിസിനസ് ചെയ്യാണ്, നമ്മളിപ്പോ ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ബിസിനസിന്റെ ഉള്ളിൽ ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട് അവിടെ. ഓക്കെ, പിന്നെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് വേറെ ഉണ്ട് അവിടെ. ക്ലിയർ? അതായത് ഇന്റേൺ ആയിട്ട് ബിസിനസിന്റെ ഇൻസൈഡ് ദി ബിസിനസ്സിൽ എന്തുണ്ട്, അതായത് ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇന്റേണൽ എൻവയോൺമെന്റ്, അതേപോലെ എന്താണ് എക്സ്റ്റേണൽ, പുറമേ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് എൻവയോൺമെന്റും ഉണ്ട്. ഓക്കെ, അപ്പോ ഈ പുറമേയുള്ള ഇന്റേണൽ എന്ന് പറയുമ്പോൾ ബിസിനസ്സിനകത്താവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ബിസിനസ്സിനകത്താവുമ്പോൾ നമുക്കത് നമ്മുടെ കൺട്രോളിലാവും ഒരുപാട്, അതായത് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എല്ലാ ചേഞ്ചസ് എന്ത് ചെയ്യാൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ വർക്കേഴ്സിനെ എടുത്ത് നോക്കിയാൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ എന്താണ് കുറച്ച് ഡിലേ വരുത്തുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അവരെ പറഞ്ഞിട്ട് അവർക്ക് വേണ്ട സജഷൻസ് കൊടുത്തിട്ട് ട്രെയിനിങ് കൊടുത്ത് അവരെ എന്താക്കാം, അവരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടൊരു ടൈം വേസ്റ്റ് ചെയ്യാതെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കാം, അതായത് അവരെ കൊണ്ട് ട്രെയിൻ ചെയ്തെടുക്കാം. ബട്ട് അതെന്താ, അത് ബിസിനസ്സിന് നമ്മുടെ കൺട്രോളിൽ വരുന്ന ഫാക്ടേഴ്സാണ്, ബിസിനസ്സിന്റെ കൺട്രോളിൽ വരുന്ന ഫാക്ടേഴ്സാണ്. ബട്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, അതൊരിക്കലും ബിസിനസ്സിന്റെ കൺട്രോളിലല്ല, ഔട്ട് ഓഫ് ദി ബിയോണ്ട് ദി കൺട്രോൾ ആണ്, കൺട്രോളിന് എതിരെയാണ്. അതായത് നമുക്ക് എൻവയോൺമെന്റിൽ വരുന്ന എൻവയോൺമെന്റൽ ചേഞ്ചസ്, അതായത് എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്കണോമിക്കൽ ഫാക്ടേഴ്സ്, അതായത് ഇപ്പൊ നാച്ചുറൽ ഫാക്ടേഴ്സ് ആയിക്കോട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുക്കുന്നില്ലേ, ഇപ്പൊ കോവിഡ് വന്നു അല്ലെ, കോവിഡ് പാൻഡമിക് വന്നില്ലേ, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ്? അല്ല, ഒരിക്കലും അല്ല. അതേപോലെ എന്താണ് ചേഞ്ചിങ് ദ മോണിറ്ററി പോളിസി, ഗവൺമെന്റ് റൂൾസ്, ലോകള്, പോളിസികൾ, ഗവൺമെന്റ് പോളിസീസ്, ലീഡർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന പോളിസികൾ, ലോകള്, ടാക്സ് റേറ്റുകൾ, ഇതൊക്കെ നമ്മുടെ കൺട്രോളിംഗാണ്, അതായത് ബിസിനസിന്റെ കൺട്രോളിംഗിലാണ് നടക്കുന്നത്. അല്ല, ഇതൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, ബിസിനസിന് എന്ത് ചെയ്യാൻ കഴിയില്ല, കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇത് ബിയോണ്ട് ദി കൺട്രോൾ ആയുള്ള ഫാക്ടേഴ്സ് ആണ്. കാരണം ഇതൊക്കെ ആരാണ്, അതായത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിലെ ഫാക്ടേഴ്സ് ആണ്. അതൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ബിസിനസ്സിന് പോയി ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ മുൻകൂട്ടി അത്, അതായത് ഈ ഒരു നിയമേ വരൂ, അല്ലെങ്കിൽ ഈ ഒരു ലോയെ ഗവൺമെന്റ് പാസ്സാക്കും, അല്ലെങ്കിൽ ഈ റൈറ്റ് ആണ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യൂ, അങ്ങനെ നമുക്ക് പറയാൻ കഴിയോ? ഒരിക്കലും ഇല്ല. നമുക്ക് ബിസിനസ്സിന് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കാരണം എന്ത് ചേഞ്ചസ് ആണ് വരുന്നത്, എന്ത് ടെക്നോളജിക്കലി, ഇപ്പൊ ടെക്നോളജിക്കലി ഉണ്ടാകുന്ന ചേഞ്ചസ്, അതായത് നമ്മള് നമുക്ക് ടെക്നോളജിയിൽ ചേഞ്ചസ് വരുന്നത്, സോഫ്റ്റ്വെയർസ് പലതരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ, അതായത് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, അറ്റ് എ ടൈം ഓൺലൈൻ ത്രൂ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നടത്താൻ കഴിയില്ലേ. അപ്പൊ അതൊക്കെ എന്താ, മാറിക്കൊണ്ടിരിക്കുന്ന അപ്ഡേഷൻസ്, ടെക്നോളജിക്കൽ ഒരു എൻവയോൺമെന്റ്, അതൊക്കെ എന്താ മാറിക്കൊണ്ടിരിക്കുക. അതൊന്നും ആരുടെ കൺട്രോളിലല്ല, ബിസിനസിന്റെ കൺട്രോളിലല്ല. അത് എന്താണോ മാറ്റം സംഭവിക്കുന്നത് അതിനനുസരിച്ച് മാറാൻ ആർക്ക് കഴിയും, ബിസിനസിന് കഴിയും. ഓക്കെ, അല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല. അപ്പോ മുൻകൂട്ടി നമുക്ക് പ്രീ അസ്യൂം ചെയ്യാൻ കഴിയില്ല. നാളെ ഈ ഒരു ലോ ആണ്, ഈ പോളിസിയാണ് ഗവൺമെന്റ് പാസ്സാക്കുക, ലീഡർഷിപ്പ് ചേഞ്ച് ചെയ്തത് കൊണ്ട് ഈ ഒരു പോളിസി വരാനാണ് സാധ്യത, പോസിബിലിറ്റി, ഇതിനാണ് പോസിബിലിറ്റി. അല്ലെങ്കിൽ എന്ത് വരില്ല, നമുക്ക് നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും വരില്ല, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരില്ല, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, അങ്ങനെ ഒന്നും വരില്ല. അതായത് അങ്ങനെയൊന്നും ഇപ്പോഴത്തൊന്നും അങ്ങനെ ഒരു സംഭവങ്ങളെ വരില്ല എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് എന്ത്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഓക്കെ, എക്സ്റ്റേണൽ, അതായത് ഒരു
ബിസിനസ്സിന് അവരുടെ ഇന്റേണൽ ഫാക്ടേഴ്സ്, ഇന്റേണൽ എൻവയോൺമെന്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും, ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ, എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ ആർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എന്താണോ, എന്ത് ചേഞ്ചസ് ആണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ, എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വരുന്നത്, അതിനെ അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആർക്ക് കഴിയുള്ളൂ, ബിസിനസ്സിന് കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ഇതിന്റെ ഒരു ഓവറോൾ, അതായത് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി environment furnishes the macro context the business firm is the micro unit. അതായത് മാക്രോ മൈക്രോ, അതായത് കേട്ട് പരിചയമുള്ള വേർഡ്സ് ആണ്. മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് അല്ലെ, നിങ്ങൾക്ക് കേട്ട് പരിചയം എക്കണോമിക്സുമായി ടച്ച് ഉണ്ട് അല്ലെ, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്താണ് മാക്രോ, എന്താണ് മൈക്രോ, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ചിലപ്പോ. ഇനി അതായത് മാക്രോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വലിയൊരു കൺസെപ്റ്റ് ആണ് എന്ത്, മാക്രോ. മൈക്രോ എന്ന് പറയുന്നത് ചെറുത്, ഒരു സ്മാൾ യൂണിറ്റ് അല്ലെങ്കിൽ സ്മാൾ കൺസെപ്റ്റ് അല്ലെ, അങ്ങനെയാണ് നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത്. ഈ ഒരു ബിസിനസ് എൻവയോൺമെന്റ് പേപ്പറിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണ്, എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു ലാർജ് കൺസെപ്റ്റാണ്. നമ്മുടെ കൺട്രോളിംഗിൽ ഒരിക്കലും അത് ഒതുങ്ങൂല. അതായത് ബിസിനസിന്റെ കൺട്രോളിംഗിൽ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഒതുങ്ങൂല. അതായത് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, ലീഗൽ എൻവയോൺമെന്റ്, ലോകള്, പോളിസികള്, ഒരുപാട് ട്രേഡ് സൈക്കിൾ, ട്രേഡിംഗ് ഏരിയാസ്, അങ്ങനെ ഒരുപാട് ടെക്നോളജിക്കൽ ചേഞ്ചസ്, അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വലിയ ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, എൻവയോൺമെന്റ്. ബട്ട് ബിസിനസ് എന്ന് പറയുന്നത് ഒരു മൈക്രോ യൂണിറ്റാ. ബിസിനസ്സിൽ എന്താ ഉള്ളത്, കുറച്ച് പ്രോസസ്സിങ്, കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് എന്ത് ചെയ്യാൻ കഴിയും, അത് ചെറുതാ, അത് നമുക്ക് പഠിക്കാൻ കഴിയും, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിൽ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും ബിസിനസ്സിൽ. ബട്ട് എൻവയോൺമെന്റിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ചേഞ്ചസ് നമുക്ക് വരുത്താൻ കഴിയില്ല. എന്ത് ചേഞ്ചസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, എന്ത് ചേഞ്ചസ് ആണ് വരുന്നത് അതിനെ അഡോപ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ഓക്കെ, ഇനി the value of system of society, the rules and regulations laid down by the government, the monetary policies of the central bank, the institutional setup of the country. അതായത് എന്തൊക്കെ ചേഞ്ചസ് ആണ് എൻവയോൺമെന്റിൽ, നമ്മൾ പഠിച്ചില്ലേ, എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, റൂൾസ് റെഗുലേഷൻസ് ലെഡ് ഡൗൺ ബൈ ദി ഗവൺമെന്റ് ഇറക്കുന്ന റൂൾസ് റെഗുലേഷൻസ്, അതേപോലെ തന്നെ മോണിറ്ററി പോളിസീസ്, സെൻട്രൽ ബാങ്ക് കൊണ്ടുവരുന്ന മോണിറ്ററി പോളിസീസ്, അതേപോലെ തന്നെ എന്താണ്, the ideological beliefs of the leaders, leadership change, അതായത് ലീഡർഷിപ്പ് ചേഞ്ചസ് വരുമ്പോൾ വരുന്ന ബിലീഫ്സ്, കൾച്ചേഴ്സ്, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഫോറിൻ ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രൈസസ്, അതായത് പുറമേയുള്ള, അതായത് എൻവയോൺമെന്റിൽ നിലനിൽക്കുന്ന ആറ്റിറ്റ്യൂഡ്സ്, കൾച്ചറുകൾ, ലീഗൽ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ എന്താണ് ഈ എൻവയോൺമെന്റിൽ ഉൾപ്പെടുന്നു എന്നാണ്, ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. സം ആർ റിലേറ്റീവ്ലി സ്റ്റാറ്റിക് ആൻഡ് സം ആർ ഡൈനാമിക്. പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ എൻവയോൺമെന്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചിലത് എന്താണ്, സ്റ്റാറ്റിക് ആണ്, ചിലതിൽ ചേഞ്ചസ് വരില്ല, ചിലതിൽ എന്ത് വരില്ല, ചേഞ്ചസ് വരില്ല. സം ആർ വെരി ഡൈനാമിക്. ചിലത് എന്താണ്, മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ടെക്നോളജി എന്താണ്, മാറിക്കൊണ്ടിരിക്കുന്നില്ലേ. ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ ഇന്ന് അപ്ഡേഷൻ വന്നു, സോഫ്റ്റ്വെയറിൽ ഒരു അപ്ഡേഷൻ വന്നു, അല്ലെങ്കിൽ പുതിയൊരു സോഫ്റ്റ്വെയർ കണ്ടെത്തി, ഒരു ന്യൂ അപ്ഡേഷൻ കണ്ടെത്തി. ഓക്കെ, ആ ഒരു അപ്ഡേഷൻ അങ്ങനെ നിലനിൽക്കോ, അതായത് ഒരു 4 years ആ ഒരു സോഫ്റ്റ്വെയർ മാത്രം അല്ല, എന്ത് വരും, ചേഞ്ചസ് വരും. അതാണ് പറയുന്നത്. ചില മാറ്റങ്ങൾ, ചില സംഭവങ്ങൾ, ചില ഫാക്ടേഴ്സിൽ എന്ത് വരുന്നുണ്ട്, ഡൈനാമിക് ആണ്, ചേഞ്ചസ് വരും. ബട്ട് ചിലരെന്താണ്, സ്റ്റാറ്റിക് ആണ്, ചേഞ്ചസ് വരാതെ നിലനിൽക്കുന്നുമുണ്ട്. ദെൻ പിന്നെ വരുന്നതാണ് നമുക്ക് എൻവയോൺമെന്റിനെ എങ്ങനെയാക്കി തിരിക്കാം, മാർക്കറ്റ് എൻവയോൺമെന്റ്, അതേപോലെ എന്താണ്, നോൺ മാർക്കറ്റ് എൻവയോൺമെന്റ്. ഓക്കെ, മാർക്കറ്റ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്തായാലും വരിക, നമ്മുടെ മാർക്കറ്റ് ഫോഴ്സിൽ ആരൊക്കെയാണ്, ഡിമാൻഡ്, സപ്ലൈ, അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ്, ഡിമാൻഡും സപ്ലൈ. ഒരു പ്രൊഡക്റ്റിനെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ് ഡിമാൻഡ്, സപ്ലൈ. ഓക്കെ, ഇത് ജസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാട്ടോ. അതായത് എൻവയോൺമെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കുക. ദെൻ ആൻഡ് നോൺ മാർക്കറ്റ് എൻവയോൺമെന്റിൽ എന്തൊക്കെ വരിക, ഇതേപോലെ ഗവൺമെന്റ് ലോസ്, സോഷ്യൽ ട്രഡീഷൻസ്, ഓക്കെ, പോളിസീസ്, അങ്ങനെ ഒരുപാട് ഗവൺമെന്റ് ലോകളും പോളിസീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ നോൺ മാർക്കറ്റ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ എന്തുണ്ട്, എക്കണോമിക് എൻവയോൺമെന്റ് ആക്കിയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ആൻഡ് നോൺ എക്കണോമിക് എൻവയോൺമെന്റ് ആക്കിയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ക്ലാസിഫൈ ചെയ്യുന്നത് എൻവയോൺമെന്റിനെ എക്കണോമിക് എൻവയോൺമെന്റ്, അതേപോലെ ആൻഡ് നോൺ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ട് എന്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നോൺ എക്കണോമിക് എൻവയോൺമെന്റിൽ ഉൾപ്പെടുന്നതാണ് സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ ആൻഡ് എഡ്യൂക്കേഷണൽ, കൾച്ചറൽ ഫാക്ടേഴ്സ്. ഓക്കെ, അങ്ങനത്തെയാണ് എന്തിൽ ഉൾപ്പെടുന്നത്, ഈ ഒരു നോൺ എക്കണോമിക് എൻവയോൺമെന്റിൽ ഉൾപ്പെടുന്നതാണ്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ലീഗൽ ഫാക്ടേഴ്സ്, എഡ്യൂക്കേഷൻ, കൾച്ചർ, നമ്മുടെ ബിലീഫുകള്, നമ്മുടെ നോംസ്, ട്രഡീഷൻ, അങ്ങനെയൊക്കെ. ഓക്കെ, ദെൻ പിന്നെ വരുന്നതാണ്
എക്കണോമിക് എൻവയോൺമെന്റിൽ എന്തൊക്കെ ഉൾപ്പെടുന്നത്? മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, ദെൻ പൊളിറ്റിക്കൽ ലീഗൽ, ദെൻ സോഷ്യൽ കൾച്ചറൽ, ഡെമോഗ്രാഫിക്, അങ്ങനെ അത്തരത്തിലുള്ള ഫിസിക്കൽ പോളിറ്റീസ്. എക്കണോമിക് പറയുമ്പോൾ ഫിസിക്കൽ പോളിറ്റീസ്, മോണിറ്ററി പോളിസീസ്, അങ്ങനെ അത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് എന്ത് വരുന്നത്, അതിൽ വരുന്ന ചേഞ്ചസും അത്രയും ഫാക്ടേഴ്സ് ആണ് എന്തിൽ ഉൾപ്പെടുന്നത്? നോൺ എക്കണോമിക് എൻവയോൺമെന്റിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഡെഫിനിഷൻ ഓഫ്. ഇപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടുള്ളൂ? എൻവയോൺമെന്റ് എന്താണ് നോക്കിയിട്ടുണ്ടാകുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? ബിസിനസ് എൻവയോൺമെന്റ്. ഓക്കെ, ബിസിനസ് എന്താ നോക്കി, എൻവയോൺമെന്റ് എന്താ നോക്കി. നമ്മൾ നോക്കുന്നത് എന്താ? പഠിക്കാൻ പോകുന്നത് എന്താണ്? ഡെഫിനിഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ഡെഫിനിഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ക്ലിയർ. ഒരുപാട് ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു 4-5 ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒരുപാട് ഇതിൽ ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ മതി. ഏറ്റവും സിമ്പിൾ ആയ ഡെഫിനിഷൻ ആണിത്. അക്കോർഡിംഗ് ടു Kate Davis, business environment is the aggregate of all conditions, events, and influences that surround and affect it. അതായത് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് ഓഫ് ഓൾ, അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം, ടോട്ടൽ എല്ലാ കണ്ടീഷൻസും എല്ലാം അതിൽ എന്തൊക്കെയാണ്? ഈവൻസ് ആൻഡ് ഇൻഫ്ലുവൻസസ് ദാറ്റ് സറൗണ്ട് ആൻഡ് അഫക്റ്റഡ്. അതായത് പുറമേയുള്ള ഒരു ബിസിനസിനെ ബാധിക്കുന്ന ബിസിനസിനെ പുറമേയുള്ള അതിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ഈവൻസും, എല്ലാ കണ്ടീഷൻസും ഉൾക്കൊള്ളുന്നതാണ്. അതിന്റെ ഒരു ടോട്ടാലിറ്റി വിളിക്കുന്ന പേരാണെന്ത്? ഈ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ബിസിനസിന് പുറമേയുള്ള കുറച്ച് ഫാക്ടേഴ്സ്, ബിസിനസിന് അകത്തല്ല കേട്ടോ, ബിസിനസിന് പുറമേയുള്ള, ഔട്ട്സൈഡ് ബിസിനസിന് പുറമേയുള്ള കുറച്ച് ഫാക്ടേഴ്സ്, കുറച്ച് കാര്യങ്ങൾ. ബട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസിനെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഫാക്ടേഴ്സിന്റെ ആകത്തുകയായി വിളിക്കുന്ന പേരാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ളത്. ഓക്കെ, ദെൻ കോമ്പിനേഷൻ ഓഫ് ഡൈനാമിക്, കോംപ്ലക്സ് ആൻഡ് അൺകൺട്രോളബിൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വിത്തിൻ വിച്ച് എ ബിസിനസ് ഈസ് ടു ബി ഓപ്പറേറ്റഡ്. ഇനി ബിസിനസ് എൻവയോൺമെന്റ് എന്താണെന്ന് ഒന്നും കൂടി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? കോമ്പിനേഷൻ ഓഫ് ഡൈനാമിക്, ഒരുപാട് ചേഞ്ചസ് വരുന്ന, ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരുപാട് ഫാക്ടേഴ്സ്. ദെൻ കോംപ്ലക്സ് ആൻഡ് അൺകൺട്രോളബിൾ, അതായത് സങ്കീർണമായ, വലിയ, അത്രയും നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതായത് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, ഒരുപാട് സങ്കീർണം. അതായത് ചില ടെക്നോളജിക്കൽ ഡിസ്റപ്ഷൻസ്, ചിലത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ കഴിയാനില്ല. ചില പോളിസികൾ, ചില ലോകൾ. ഇപ്പൊ ഗവൺമെന്റ് പുതിയൊരു പോളിസി ഇറക്കി വിചാരിക്കുക. ക്ലിയർ ആയി? പുതിയൊരു പോളിസി ഇറക്കി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ചിലപ്പോൾ അത് അഡോപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. ടാക്സ് റേറ്റ് കൂട്ടി ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അത് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നോട്ട് നിരോധനം, അങ്ങനെ റൂൾ കൊണ്ടുവന്നില്ലേ പോളിസി, ആ ഒരു പോളിസി. അതെന്താണ്? അത് നമുക്ക് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് അത്രയും നമ്മൾ ടൈം എടുത്തിട്ടാണ് അതിനെ നമ്മൾ ആ ചേഞ്ചസ് നമ്മൾ എന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യുന്നത്, ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ എന്താണ്? നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ചേഞ്ചസ് വരുമ്പോൾ, പെട്ടെന്ന് പോളിസിയിൽ മാറ്റം വരുമ്പോൾ, പെട്ടെന്ന് നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ, ഇപ്പൊ തന്നെ ഉണ്ടായ ദുരന്തങ്ങൾ അല്ലെ, ഇപ്പൊ വയനാട്ടിൽ ഉണ്ടായ എന്താണ് ഒരു ട്രാജഡി. അപ്പൊ അതൊക്കെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരുപാട് അൺകൺട്രോളബിൾ ആയ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫാക്ടേഴ്സ് ഉൾക്കൊള്ളുന്ന ആ ഒരു കോമ്പിനേഷൻ എന്ത് വിളിക്കുന്ന പേരാണ്? ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ള വിളിക്കുന്നത്. ഓക്കെ, ഇനി ബിസിനസ് എൻവയോൺമെന്റിൽ പറയുമ്പോൾ നമുക്ക് പിന്നെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഓരോ കൺട്രീസിലും സപ്പോസ് ഓരോ ബിസിനസ് നിലനിൽക്കുന്ന, അതായത് ഓരോ ബിസിനസ്സിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്, അതിന് അല്ലെങ്കിൽ അവർ നിലനിൽക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ കൺട്രി ടു കൺട്രി, റീജിയൻ ടു റീജിയൻ. ഇപ്പോ നമ്മുടെ ഇന്ത്യയിലുള്ള ആ ഒരു ബിസിനസ് എൻവയോൺമെന്റ് ആവില്ല എന്ത് പുറമേയുള്ള ഫോറിൻ കൺട്രീസിൽ ഉണ്ടാവാം. ഓക്കെ, പുറമേയുള്ള ഫോറിൻ കൺട്രീസിൽ എന്തുണ്ടാവില്ല, ഓക്കെ. അതായത് നമ്മൾ ഇന്ത്യയിലുള്ള സെയിം സിറ്റുവേഷൻ, സെയിം ബിസിനസ് എൻവയോൺമെന്റ് ആയിരിക്കില്ല എന്ത് പുറമേയുള്ള ഫോറിൻ കൺട്രീസിൽ നിലനിൽക്കുന്നുണ്ടാവുക. അതായത് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിലെ ചിലപ്പോൾ പോളിസീസും ലോകളും റൂൾസും ഒക്കെ എന്താണ് വ്യത്യസ്തമായിരിക്കും എന്ത് വേറൊരു കൺട്രീനെ അപേക്ഷിച്ച്. UK പോലുള്ള, അല്ലെങ്കിൽ നമ്മള് വേറെ ഗൾഫ് പോലുള്ള കൺട്രീസ് എടുക്കും, ഫോറിൻ കൺട്രീസ് എടുക്കുമ്പോൾ എന്താ അവിടുത്തെ റൂളും ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള റൂളൊക്കെ എന്താണ് വ്യത്യസ്തമാണ്, ഡിഫറെന്റ് ആണ്. അതായത് ഒരുപാട് എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അത് അവരുടെ എന്താണ്, അവരുടെ ആ ഒരു ബിസിനസ് ചെയ്യുന്ന ആ ഒരു രീതിയും, അല്ലെങ്കിൽ അവരുടെ ലോകളൊക്കെ എന്താണ്, അത് അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. നമുക്ക് എന്താണ്, അപ്പൊ കൺട്രി ടു കൺട്രി എന്ത് മാറുന്നുണ്ട്, ബിസിനസ് അതായത് നമ്മൾ ഏത് രാജ്യത്താണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റിലാണ്, ഏത് ഫോറിൻ കൺട്രീസിലാണ് നിലനിൽക്കുന്നത്, അതിനനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്.
നമ്മുടെ എൻവയോൺമെന്റ് ബിസിനസ് എൻവയോൺമെന്റിൽ ചേഞ്ചസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി പിന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു 1 ഇയർ ഒരു 1 ഇയറിൽ ഒരു ബിസിനസ്സിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഒരു 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ചേഞ്ച് വരിക. അല്ല, ഒരു 6 മന്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മന്ത് ആകുമ്പോഴേക്ക് എന്ത് വരുന്നുണ്ട്? ബിസിനസ് എൻവയോൺമെന്റിൽ ചേഞ്ചസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഗവൺമെന്റ് പുതിയ പുതിയ റൂളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറക്കിക്കൊണ്ട് പോളിസികൾ ഇറക്കുന്നുണ്ട്. ഒരുപാട് ടെക്നോളജിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. നാച്ചുറൽ കലാമിറ്റീസ് വരുന്നുണ്ട്. ക്ലൈമറ്റുകൾ, ഓക്കെ, പലതരത്തിലുള്ള ക്ലൈമറ്റുകൾ. ഇപ്പോൾ ഒരു 1 ഇയർ ഒരു സെയിം ക്ലൈമറ്റ് ആണ് വരുന്നത്, ഒരു വിന്റർ സീസൺ ആണോ ഒരു 1 ഇയർ വരുന്നത്? അല്ല, ക്ലൈമറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് എന്താണ്? ബിസിനസിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്താണ് നമ്മുടെ എൻവയോൺമെന്റിനെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് നോക്കിക്കഴിഞ്ഞാല് പാസ്റ്റിലുള്ള എന്താണ്? പാസ്റ്റിനും പ്രസന്റും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഫ്യൂച്ചർ എൻവയോൺമെന്റിനെ അനലൈസ് ചെയ്യാൻ കഴിയും. ഓക്കെ, പാസ്റ്റ് എൻവയോൺമെന്റിൽ എന്താണോ സംഭവിച്ചത്, നമ്മുടെ ബിസിനസ് തുടങ്ങിയിട്ട് നമ്മുടെ പാസ്റ്റിൽ എന്താണോ സംഭവിച്ചത്, ആ ഒരു ടൈമിലുള്ള എൻവയോൺമെന്റിൽ എന്താണോ സംഭവിച്ചത്, അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ഫ്യൂച്ചർ എൻവയോൺമെന്റിനെ എന്ത് ചെയ്യാൻ കഴിയും? അനലൈസ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇനി ഒരു ഫോർ എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ മൈ 2015 എന്താ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. എന്താണ്? മാഗി, അല്ലെ? മാഗി എന്താ നമുക്ക് അത്ര ഇഷ്ടമാണ്. ഒരുപാട് പേർക്കൊക്കെ എന്താണ് അത്രയും എന്താണ് ടേസ്റ്റി ആയിട്ടുള്ളതാണ്, ഈസി ടു കുക്ക് ആണ്. അതായത് എന്താണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് ടേസ്റ്റി ആണ്. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ്, അതായത് ഒരുപാട് കസ്റ്റമേഴ്സ്, ഒരുപാട് റീച്ച് ഉള്ള കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്? ഈ മാഗി എന്നുള്ള പ്രൊഡക്റ്റ്. ഓക്കെ, ആ മാഗി എന്താണ്? ആ മാഗിക്ക് മെയ് 2015 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അതിന് ആ ഒരു പ്രൊഡക്റ്റിനെതിരെ കുറച്ച് കേസസ്, അൺസേഫ് ആണ്, പ്രൊഡക്റ്റ് സേഫ് അല്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അജിനോമോട്ടോ പോലത്തുള്ള പ്രൊഡക്ട്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ആ പ്രൊഡക്റ്റ് ടെസ്റ്റിങ്ങിന് അയക്കലും ഒരുപാട് അതോറിറ്റീസ് എന്താണ് ആ ടെസ്റ്റിങ്ങിന് അയക്കലും അതിൽ ഇങ്ങനെ അൺസേഫ് അല്ല, അജിനോമോട്ടോ പോലത്തുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്, അത് ഹെൽത്ത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു മാഗിക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ഇഷ്യൂസ്, ഒരു പ്രോബ്ലംസ് അറേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു പ്രോബ്ലം വന്നപ്പോൾ എന്താണ്? ഈ മാഗി, ഈ നെസ്ലെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണ് ഇന്ന് മാഗി. അപ്പോൾ മാഗിക്ക് അവരുടെ ഒരു കമ്പനി നെയിമിന്, അവരുടെ ബ്രാൻഡ് നെയിമിന് എന്താക്കിയിരുന്നു? ഈ ഒരു പ്രോബ്ലം വളരെയധികം അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ ഒക്കെ എന്താണ്? അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂസ് മൊത്തം എന്താണ്? ഫ്ലോപ്പ് ആയിട്ട് അവർക്ക് അതായത് മാഗി എന്നുള്ള ഒരു പ്രൊഡക്റ്റിന് ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? പിന്നെ എന്താണ്? അവര് ഒരുപാട് കുറച്ച് ഒരു മെയ് ലാസ്റ്റ് 2015 ലാസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് വീണ്ടും നെസ്ലേക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു പ്രൊഡക്റ്റില് ഇല്ല, സേഫ് ആണ്, പ്രൊഡക്റ്റ് എന്താണ്, പ്രൊഡക്റ്റിൽ കുഴപ്പമില്ല, ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല, അത് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് പിന്നെയും വീണ്ടും അത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിലോട് എത്തിയത്. കാരണം നെസ്ലെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും ഒരുപാട് അവരുടെ പ്രൊഡക്ട്സ് റിയൽ ആണ്, അതായത് അവർക്ക് ഒരു ബാഡ് ഇമേജ് വന്നു, അതിനെ ഇല്ലാതാക്കണം, ഞങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്? ഗുഡ് ആണ്, ഞങ്ങളുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണെന്നുള്ള എങ്ങനെ അവർ വരുത്തി തീർക്കുക? എങ്ങനെയാണ്? അതായത് ഒരുപാട് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അവരുടെ പ്രൊഡക്ട്സിലുള്ള ഇൻഗ്രീഡിയൻസ് കസ്റ്റമേഴ്സിനെ എന്താ അറിയിക്കണം, കസ്റ്റമേഴ്സിലോട്ട് എത്തണം അല്ലെ? ഒരു പ്രൊഡക്റ്റിന് ഒരു ബാഡ് ഇമേജ് വന്നു കഴിഞ്ഞാൽ എന്താ? പിന്നെ കസ്റ്റമേഴ്സ് എന്തായിരിക്കും? ആ പ്രൊഡക്റ്റിൽ ട്രസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് എങ്ങനെ കിട്ടണം? അപ്പോൾ ഇവർ വീണ്ടും എന്ത് ചെയ്തു? അവരുടെ പ്രൊഡക്ട്സിൽ ഇത്തരത്തിലുള്ള അജിനോമോട്ടോ പോലത്തുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ല, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും അതിലില്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ പ്രൊഡക്ട്സ് അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? അതൊക്കെ എന്തുകൊണ്ടാണ്? വീണ്ടും അവരെന്താ ഒരുപാട് അവരുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഒരുപാട് അതോറിറ്റീസ് ഇടപെട്ടിട്ട്, അല്ലെങ്കിൽ വീണ്ടും അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ക്യാമ്പയിൻസ്, അതായത് ബി മിസ് യു ടു എന്നുള്ള രീതിയിൽ എന്താ പറയാ, ഒരുപാട് ക്യാമ്പയിനുകൾ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലോട്ട് എന്ത് എത്തിക്കുന്നുണ്ട്? ഒരുപാട് ഇമേജസ്, ഇവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് ഒരുപാട് ഇമേജസ് എത്തിച്ചിട്ടാണ് അവർ എന്ത് ചെയ്തത്? വീണ്ടും അവര് നിലനിൽക്കുന്നത്. ഇപ്പോഴും അവർ നിലനിൽക്കുന്ന പുതിയ പ്രൊഡക്ട്സുകൾ അവർ സർവേ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഈ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളത് എന്തായി? 2015 കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഇപ്പൊ നെസ്ലേക്ക്, അതായത് ഈ ഒരു എക്സാമ്പിൾ പറയാൻ കാരണം, നെസ്ലേക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വരാൻ കാരണം എന്താണ്? ഈ ഒരു പ്രോബ്ലം വന്നത് കൊണ്ട് അവരെന്താ? അവർക്കൊരു ബാഡ് ഇമേജ്, അവരുടെ എൻവയോൺമെന്റ്, അവരുടെ ബിസിനസ് എൻവയോൺമെന്റിൽ എന്താണ്? അവർക്ക് കസ്റ്റമേഴ്സിനില്ല, അവർ കസ്റ്റമേഴ്സിനെതിരെ നിന്ന് കസ്റ്റമേഴ്സിന് കഴിഞ്ഞാൽ എന്താണ്? അവർക്കൊരു ബാഡ് ഇമേജ് ആണ് വന്നിട്ടുള്ളത് അല്ലെ? ആ ബാഡ് ഇമേജ്, അങ്ങനെ ഒരു ബാഡ് ഇമേജ് നമ്മുടെ എൻവയോൺമെന്റിൽ, അവർ നിലനിൽക്കുന്ന എൻവയോൺമെന്റിൽ ഒരു ബാഡ് ഇമേജ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്ട്സിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ? അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല. അതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ്, ആ സൊസൈറ്റി, ആ സോഷ്യൽ ഫാക്ടേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ബേസിക് പ്രൊപ്പോസിഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. അതായത് ബിസിനസ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. ബിസിനസ് എന്താണ്? ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണെന്നാണ് പറയുന്നത്. നമ്മൾ ബിസിനസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം അല്ലെ? പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിസിനസ് ചെയ്യുന്നത്.
അതേപോലെ ഓരോ അതായത് ഒരു ബിസിനസ്സിന് അതേപോലെ തന്നെയാവും വേറൊരു ബിസിനസ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് എന്താണ് പ്രൊഡക്ഷനെ ചെയ്യുന്നത് വിചാരിക്കുക, ഒരു ഗുഡ്സിന്റെ പ്രൊഡക്ഷനെ ചെയ്യുന്നത്. വേറൊരു ബിസിനസ് എന്താ ചെയ്യുന്നത്, അതിന്റെ മാർക്കറ്റിംഗാ ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറൊരു ബിസിനസ് എന്താ ചെയ്യുന്നത്, അതിന്റെ ഡിസ്ട്രിബ്യൂഷനാ ചെയ്യുന്നത്. ഇതൊക്കെ എന്താ ഡിഫറെന്റ് അല്ലെ, വ്യത്യസ്തമാർന്നിട്ട് ഓരോരുത്തർക്കും ഓരോ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതായത് ഇവർക്ക് എന്താ ചെയ്യുന്നത്, ഇപ്പൊ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ഫേം മാനുഫാക്ചറിങ് ആണ്, അവരുടെ എയിം എന്താ, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് എന്തുണ്ടാക്കണം, ക്യാഷ് ഉണ്ടാക്കണം, അതായത് റവന്യൂ ഉണ്ടാക്കണം. ഇനി വേറൊരു ഫേം എന്തായിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, അതായത് ഈ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലോട്ട് എത്തിച്ചിട്ട് എന്തുണ്ടാക്കണം, റവന്യൂ ഉണ്ടാക്കണം. വേറൊരു ഫേം എന്തായിരുന്നു, ഈ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗ് അല്ലെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് എത്തിച്ചിട്ട് മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റിന് അവൈലബിലിറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഇവർക്ക് എന്തുണ്ടാക്കണം, റവന്യൂ ഉണ്ടാക്കണം അല്ലെ. അപ്പൊ എന്താണ്, ഓരോ ബിസിനസ് എന്താ ചെയ്യുന്നത്, ഓരോ ടൈപ്പ് ആക്ടിവിറ്റി, എക്കണോമിക് ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്, ഓരോ ബിസിനസ്സിനനുസരിച്ചിട്ട് ഓരോ എക്കണോമിക് ആക്ടിവിറ്റിയിൽ എന്ത് വരും, ചേഞ്ചസ് വരുന്നുണ്ട്. എക്കണോമിക് ആക്ടിവിറ്റി, ബിസിനസ് എന്താണ്, ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണെന്നാണ് പറയുന്നത്. എ ബിസിനസ് ഫേം, നെക്സ്റ്റ് പോയിന്റ് ആണ്, ബിസിനസ് ഫേം ഈസ് എൻ എക്കണോമിക് യൂണിറ്റ്. ബിസിനസ് ഫേം എന്താണ്, ഒരു എക്കണോമിക് യൂണിറ്റ് ആണ് പറയുന്നത്. അതായത് ഇൻപുട്ടിൽ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റ് എന്നൊക്കെ പറയാം. ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലോട്ട് എത്തിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് എന്ത്, എക്കണോമിക് യൂണിറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ എടുക്കുന്നത് കുറച്ച് റോ മെറ്റീരിയൽസ് ഉണ്ട്. ആ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിംഗ് ആണ് എന്ത്, ഒരു ബിസിനസ് ചെയ്യുന്നത് അല്ലെ. അതെന്താണ്, ഇൻപുട്ടിൽ നിന്ന് എന്തുണ്ടാക്കുന്നു, ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിൽ നിന്ന് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സസ് മീൻസ് കേട്ടോ. ദെൻ എൻസ് പറയുമ്പോൾ നമ്മളെ ടാർഗറ്റ് അല്ലെങ്കിൽ റിസൾട്ട്, ആ എൻസിലോട്ട് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിംഗ് ആണ് എന്ത് പറയുന്നത്, ഈ ഒരു എക്കണോമിക് യൂണിറ്റ് എന്നുള്ളത് പറയുന്നത്. ക്ലിയർ? അപ്പോ നമുക്ക് എന്തിനാ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ. നമുക്കൊരു സർപ്ലസ് കിട്ടണം, ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്കിയിട്ട് അതിന് എന്ത് കിട്ടണം നമുക്ക്, അല്ലെങ്കിൽ ഇത്ര ഔട്ട്പുട്ട് വേണം, ഇത്ര ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ എത്ര ഇൻപുട്ട് എടുക്കണം, അതിൽ നിന്നാണ് എന്തുണ്ടാക്കുക നമ്മൾ. അങ്ങനെ ചെയ്യുന്നില്ല, നമ്മൾ എന്താ ഉണ്ടാക്കുക, നമ്മുടെ മെയിൻ എയിം എന്താ, സർപ്ലസ് വാല്യൂ അല്ലെ. ആ സർപ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, നേടിക്കൊണ്ട് ഇരിക്കുന്നുണ്ടെന്നാ പറയുന്നത്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് നമ്മൾ എന്തുണ്ടാക്കുകയാണ്, അതിനെ ഔട്ട്പുട്ടിലോട്ട് മാറ്റിയിട്ട് എന്തുണ്ടാക്കുന്നു, സർപ്ലസ് റവന്യൂ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ബിസിനസ് ഫേം എന്താണ്, ഒരു എക്കണോമിക് യൂണിറ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ വരുന്ന പോയിന്റ് ഉണ്ട്, ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ഇസ് എൻ എക്കണോമിക് പ്രോസസ്. അതായത് ബിസിനസിന്റെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എപ്പോഴാണ് നമ്മൾ ചെയ്യുക, ഒരുപാട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് വരുമ്പോൾ. ഓക്കെ, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ഡിസിഷൻ എടുക്കേണ്ട ഒരു ആവശ്യകത വരുന്നപ്പോഴാണ്. ഒരുപാട് ആൾട്ടർനേറ്റീവ് യൂസസ് അല്ലെങ്കിൽ ഒരുപാട് ആൾട്ടർനേറ്റീവ് ചോയ്സ് വരുമ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ്, അതിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുക്കണം. ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് നമ്മുടെ കയ്യിലുണ്ട്, അതിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ തെരഞ്ഞെടുക്കണം. ഓക്കെ, അതിൽ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആ ഒരു ടൈം വരുമ്പോൾ നമുക്ക് എന്താവും, ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് നമ്മൾ എടുക്കണം. എങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് എടുക്കുക, അതായത് നമുക്ക് എന്താവും, നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് ഒരുപാട് ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് നമുക്ക് എന്തുണ്ടാക്കണം, മാക്സിമം ഔട്ട്പുട്ട് അതായത് മിനിമം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കണം, മാക്സിമം ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ടിലോട്ട് എത്തിക്കണം. അതെങ്ങനെ ചെയ്യുക, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ്, നല്ലൊരു ഡിസിഷൻ മേക്കിങ്ങിലൂടെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, അതേപോലെ എന്താണ് ടൈം കൺസ്യൂമിങ്, മിനിമം കോസ്റ്റ് നമുക്ക് എന്തുണ്ടാക്കണം, ഈ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഉൽപ്പാദിപ്പിക്കണം അല്ലെ, പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അത്രയും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് എന്താണ്, സ്കേഴ്സ് ആണ്, ഇല്ല, ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ നമ്മളെ കയ്യിൽ. അപ്പൊ എന്താ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നമ്മൾ തിരഞ്ഞെടുക്കണം. കാരണം എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ഡിസിഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു ഇൻപുട്ട് എത്രയാണ് എടുക്കേണ്ടത്, ഇത്ര ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് ഇൻപുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ എത്ര ലേബേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം, എത്ര ലേബർ ഹവേഴ്സ് വേണം, അതൊക്കെ നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങിലൂടെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ബിസിനസ് എൻവയോൺമെന്റ് ബേസിക് ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നേച്ചർ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ഒരു ബിസിനസ് എൻവയോൺമെന്റ് നേച്ചർ എന്താന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക് ഡൈനാമിക്. ഫസ്റ്റ് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ചസ് വരാം അല്ലെ. നമുക്ക് അതായത് ബിസിനസ് എൻവയോൺമെന്റിൽ എന്ത് വരും, ഡൈനാമിക് ആണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് ചേഞ്ചസ് വരും. ഫോർ എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ കസ്റ്റമർ പ്രിഫറൻസസ്, കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ പണ്ടുള്ള ഡ്രസ്സിംഗ് രീതിയാണോ, ഇപ്പോ ആ ഒരു വിയറിംഗ് രീതിയാണോ ഇപ്പോ എന്താ പറയാ കസ്റ്റമേഴ്സ്
അഡോപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് പണ്ടുള്ള ചുരിദാർ പോലത്തെ ലേഡീസിന് എടുക്കുന്നുണ്ടെങ്കിൽ ചുരിദാർ പോലത്തെ ഡ്രസ്സാണോ ഇപ്പോൾ അധികം ഗേൾസും വിയർ ചെയ്യുന്നത്? അല്ല, ഷർട്ട് പാന്റ് അങ്ങനെ എന്ത് ചെയ്യും, ഒരു മോഡേൺ വെസ്റ്റേൺ ലൈഫിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് ആളുകളുടെ ഫുഡിങ് രീതി എടുക്കാന്നുണ്ടെങ്കിൽ എന്താണ്, ഫുഡുകളൊക്കെ ഫാസ്റ്റ് ഫുഡിലോട്ട് അവർ മാറിയിട്ടുണ്ട്. അതെന്താ, ഒരുപാട് ചേഞ്ചസ് അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ എന്താ ഒരു 2 ഫേംസ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ സോപ്പിന്റെ കേസ് ഉണ്ടെങ്കിൽ ഒരൊറ്റ ലെക്സ് എന്നുള്ള സോപ്പ് മാത്രമാണോ നമ്മുടെ മാർക്കറ്റിൽ ഉള്ളത്, അല്ലെങ്കിൽ ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ബിസിനസ് മാത്രമാണോ നമ്മുടെ മാർക്കറ്റിൽ ഉള്ളത്? അല്ല, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വരാൻ തുടങ്ങി. നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വരാൻ തുടങ്ങി. അതേപോലെ തന്നെ എന്താണ് മാർക്കറ്റ് ഇന്റർമീഡിയറ്റ്സ്, ഒരുപാട് റീറ്റെയിലേഴ്സ്, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതാണ് പറയുന്നത്. അപ്പൊ ബിസിനസ് എൻവയോൺമെന്റ് എന്താന്ന് പറയുന്നത്, ഡൈനാമിക് ആണ്, അതിൽ ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എക്സാമ്പിളിലൂടെ ഇപ്പൊ നമ്മൾ നോക്കി. ഇനി പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് അൺസേർട്ടൻ. അൺസേർട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബിസിനസ് എൻവയോൺമെന്റ് നമുക്ക് ഒരിക്കലും അതിലുള്ള ചേഞ്ചസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരിക്കലും നമുക്ക് പ്രീ അസ്യൂം ചെയ്യാൻ കഴിയില്ല ഈ ഒരു സംഭവിക്കും, അല്ലെങ്കിൽ ഈ ഒരു പോളിസി ഗവൺമെന്റ് പാസ്സാക്കൂ, അല്ലെങ്കിൽ ഇത്ര ടാക്സ് റേറ്റ് ഗവൺമെന്റ് നമ്മളോട് പറയൂ, നമ്മൾ എന്തെങ്കിലും ഇമ്പോസ് ചെയ്യൂ, അല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും ഈ ഇയറിൽ വരില്ല, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അതേപോലെ ലാൻഡ് സൈഡ്സ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല, ഒന്നും നമുക്ക് വരില്ല, ഇപ്പൊ അടുത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം വരില്ല, അല്ലെങ്കിൽ ഇപ്പൊ അടുത്തൊന്നും നമുക്ക് നമ്മുടെ ഫേമിന് ലോസ് സംഭവിക്കൂല. അങ്ങനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് എന്ത്, കോംപ്ലക്സ്. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബിസിനസ് എൻവയോൺമെന്റ് പറയുന്നത് എന്താ, ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അല്ല, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ഒരു ഫാക്ടറേ അല്ല. കാരണം അവിടെ വരുന്ന ടെക്നോളജിക്കൽ ഡിസ്റപ്ഷൻസ്, പോളിസി ചേഞ്ചസ്, നാച്ചുറൽ കലാമിറ്റീസ്, അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, നമുക്ക് പെട്ടെന്ന് ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ പെട്ടെന്ന് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോ, പെട്ടെന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഇല്ല, കഴിയില്ല. അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റീസ് വന്നതിന്, അല്ലെങ്കിൽ ഗവൺമെന്റ് പുതിയൊരു റൂൾ പാസ്സാക്കി, അല്ലെങ്കിൽ പുതിയ പോളിസി കൊണ്ടുവന്നു, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതാ പറഞ്ഞത്, അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ വരുന്നതാണ് റിലേറ്റിവിറ്റി. റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് എന്താണ്, ഓരോ കൺട്രിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ റീജിയൻ അനുസരിച്ച് എന്താണ് വ്യത്യസ്തമാണ്. ക്ലിയർ? ഓരോ റീജിയൻ അനുസരിച്ച് എന്താണ് വ്യത്യസ്തം. നമ്മുടെ കൺട്രിയിലുള്ള ആ ഒരു റൂളേ അല്ല, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിലുള്ള ഗവൺമെന്റ് റൂളോ ടാക്സോ ഒന്നും അല്ല എന്ത് ഫോറിൻ കൺട്രീസിൽ. ഓക്കെ, ഫോറിൻ കൺട്രീസിൽ വേറെയാണ്, അതായത് വേറെ റൂളുകൾ, വേറെ പോളിസികൾ, വേറെ ടാക്സ് മെത്തഡുകളാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്. ദെൻ ഇന്റർറിലേഷൻ. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇന്റർറിലേഷൻ. ഇന്റർറിലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് എൻവയോൺമെന്റിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താ, ഇന്റർറിലേറ്റഡ്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഗവൺമെന്റ് പുതിയ റൂൾ പാസ്സാക്കി. ഓക്കെ, ഗവൺമെന്റ് പുതിയ റൂൾ പാസ്സാക്കിയപ്പോ എന്താണ്, അത് നമ്മുടെ ബിസിനസ്സിനെ എന്താണ് ബാധിക്കും. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു മെത്തേഡിലോട്ട് മാറണം. അല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ് വിൽ റിസൾട്ട് ഇൻ ചേഞ്ച് ഇൻ മോണിറ്ററി പോളിസി. നമുക്ക് എന്ത് മാറ്റി, ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് പുതിയ ലീഡർഷിപ്പ് വന്നപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട്, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, ഗവൺമെന്റ് റൂൾസ്, മാർക്കറ്റ് കണ്ടീഷൻസിൽ, ടെക്നോളജിയിലൊക്കെ ചേഞ്ചസ് വരുത്തി. ആ ചേഞ്ചസ് വരുത്തുമ്പോൾ അതൊക്കെ ആരെ ബാധിക്കുന്നത്, നമ്മളെ ബാധിക്കുന്നത്. പുതിയ ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ, പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് മാറണം. പിന്നെ ആ ടെക്നോളജിയുള്ള ബിസിനസ്സിലെ നമ്മുടെ എന്തുള്ളൂ, സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ മാർക്കറ്റിൽ. അതാ പറയുന്നത്, എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? പിന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചെന്തായിരുന്നു, ബിസിനസ് എൻവയോൺമെന്റ് എന്താണ് ബിസിനസ്, എങ്ങനെയൊക്കെയാണ് അതിനെ, നേച്ചർ എന്താണ്, നമ്മളത് ബാധിക്കുന്നുണ്ടോ, അതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റ് സ്കോപ്പ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാൻ. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ലോജിക്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ലോജിക് ആണ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇന്റേണൽ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ബിസിനസിന് ഇൻസൈഡ്, അതായത് ബിസിനസിന്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ്, ബിസിനസ് വർക്ക് ചെയ്യുന്ന വർക്ക് അറ്റ്മോസ്ഫിയേഴ്സ്, ഹ്യൂമൻ റിസോഴ്സസ്, അവിടെ മെഷീനറി, മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് എന്ത് ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇതുപോലെ എന്താ, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, നാച്ചുറൽ കലാമിറ്റീസ്, അതേപോലെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, ദെൻ കോമ്പറ്റീറ്റേഴ്സ്, ലീഗൽ ഫാക്ടേഴ്സ്. ഓക്കെ, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്, കസ്റ്റമേഴ്സും കോമ്പറ്റീറ്റേഴ്സും ഒക്കെ എന്തിലാണ് വരുന്നത്, ഇൻസൈഡ് ഇന്റേണൽ എൻവയോൺമെന്റിലാണ് വരുന്നത്. എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ എന്താ വരുന്നത്, പൊളിറ്റിക്കൽ, ലീഗൽ, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ഒക്കെയാണ് എന്തിൽ വരുന്നത്, എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വരുന്നത്. ഓക്കെ,
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബി എന്താണ് മൈക്രോ എൻവയോൺമെന്റ് ആൻഡ് മാക്രോ എൻവയോൺമെന്റ്. നമ്മൾ പഠിച്ചു അല്ലെ എന്താ മൈക്രോ എൻവയോൺമെന്റ്. മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിനുള്ളിൽ വരുന്ന ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. കോമ്പറ്റീറ്റേഴ്സ്, സപ്ലയേഴ്സ്, ഗവൺമെന്റ്, ഇതൊക്കെ എന്താ നമ്മുടെ ബിസിനസ്സിനുള്ളിൽ വരുന്ന ഫാക്ടേഴ്സ് ആണ്. മാർക്കറ്റ് ഇന്റർമീഡിയറീസ്, ഓക്കെ, ഇതൊക്കെ എന്താ ബിസിനസ്സിനുള്ളിൽ വരുന്ന ഫാക്ടേഴ്സാ. ഇനി അതാണ് എന്താ മൈക്രോ എൻവയോൺമെന്റ്. മാക്രോ എന്താ ബിസിനസ്സിന് പുറത്ത് വരുന്ന ഫാക്ടേഴ്സാ. ഏതൊക്കെ സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ്, ഗവൺമെന്റ് റൂൾസ്, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, അങ്ങനെ എന്താ ലീഗൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ എന്താണ് ബിസിനസ്സിന് പുറത്ത് വരുന്ന. ഓക്കെ, മാക്രോ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പുറത്താണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് എന്ത് പറയുന്നത് മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സി കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ എൻവയോൺമെന്റ്. അത് പറഞ്ഞെന്താ ആ പേരിൽ തന്നെ ഉണ്ട് എന്ത് കൺട്രോളബിൾ. ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ ബിസിനസിന്റെ അകത്ത് സംഭവിക്കുന്ന ഫാക്ടേഴ്സ്. ചേഞ്ചസിന് എന്തെങ്കിലും ചേഞ്ചസ് സപ്ലയേഴ്സിൽ, കസ്റ്റമേഴ്സിൽ, മാർക്കറ്റ് ഇന്റർമീഡിയറ്റ്സിൽ, മെറ്റീരിയൽ, ഹ്യൂമൻ റിസോഴ്സിൽ, അവിടുത്തെ മെഷീനറീസിൽ, അവിടെ ബിസിനസ്സിന് ഉള്ളിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ചിന്തിക്കാൻ കഴിയും അല്ലെ. പെട്ടെന്ന് മനസ്സിലാവും. ബിസിനസ്സിന് ഉള്ളിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്യാൻ കഴിയും ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ കഴിയും. ബട്ട് അൺകൺട്രോളബിൾ എന്താണ് ബിസിനസ്സിന് പുറത്ത് വരുന്ന ചേഞ്ചസ്. പോളിസികൾ, ഗവൺമെന്റ് റൂൾസുകൾ, ലോകൾ, ഓക്കെ, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, സോഷ്യൽ നോംസ്, പുതിയ പുതിയ ട്രെൻഡുകൾ, റിലീഫുകൾ, പുതിയ പുതിയ ട്രെൻഡുകൾ, ടേസ്റ്റ് പ്രിഫറൻസുകൾ, അതേപോലെ തന്നെ എന്താണ് ഗവൺമെന്റിന്റെ പുതിയ ലോകള്, പുതിയ പോളിസികള്, അതൊക്കെ എന്താ അതൊന്നും നാച്ചുറൽ കലാമിറ്റീസ്, നമ്മുടെ സീസണൽ ക്ലൈമറ്റുകൾ, ഇതൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല നമുക്ക് ഒരിക്കലും. നമുക്ക് ഈ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ ബിസിനസ്സിന് അൺകൺട്രോളബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് സ്പെസിഫിക് ആൻഡ് ജനറൽ എൻവയോൺമെന്റ്. സ്പെസിഫിക് ആൻഡ് ജനറൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്താ സ്പെസിഫിക് ആൻഡ് ജനറൽ എൻവയോൺമെന്റ്. സ്പെസിഫിക് എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ സപ്ലയേഴ്സ്, അതായത് ബിസിനസ്സിനുള്ളിൽ വരുന്ന ഫാക്ടേഴ്സ് ആണ് ഇതൊക്കെ. സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, മെൻ ആൻഡ് മെഷീനറി, ഹ്യൂമൻ റിസോഴ്സ്, അതൊക്കെ എന്താണ് ബിസിനസ്സിനുള്ളിൽ വരുന്ന ഫാക്ടേഴ്സ്. ജനറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇതൊക്കെ എന്താ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ജനറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ലീഗൽ എൻവയോൺമെന്റ്, അതേപോലെ കൾച്ചറൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ എന്താണ് ഗവൺമെന്റ് റൂളുകൾ, ഇതൊക്കെ എന്താണ് അതായത് ഗവൺമെന്റ് പാസ്സാക്കുന്ന പുതിയ പുതിയ റൂളുകൾ, ലീഡർഷിപ്പ് മാറുമ്പോൾ പാസ്സാക്കുന്ന പുതിയ പുതിയ റൂളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പാൻഡമിക് എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, നാച്ചുറൽ കലാമിറ്റീസ് വന്നു കഴിഞ്ഞാൽ മാറുന്ന ഒരുപാട് സിറ്റുവേഷൻസ്, അതൊക്കെയാണ് എന്ത് ജനറൽ എൻവയോൺമെന്റിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റ് ഏതൊക്കെ തരത്തിൽ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ബിസിനസ് എൻവയോൺമെന്റ് എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സിമ്പിൾ ആണ് പഠിക്കാന്. ഇപ്പൊ തന്നെ പഠിയും. ബിസിനസ് എൻവയോൺമെന്റ് എന്താ ബിസിനസ് എൻവയോൺമെന്റ് ഫസ്റ്റ് അത് 2 ടൈപ്സാ. ഏതൊക്കെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റും ഇന്റേണൽ എൻവയോൺമെന്റും. നമ്മൾ പഠിച്ച കാര്യം അല്ലെ. എക്സ്റ്റേണൽ എൻവയോൺമെന്റും ഉണ്ട്, ഇന്റേണൽ എൻവയോൺമെന്റും ഉണ്ട്. ഇനി എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ ഏതൊക്കെ വരുന്നത് അതിന് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2 ആയിട്ട് വീണ്ടും ഡിവൈഡഡ് ഇൻറ്റു 2. ഏതൊക്കെയാ മൈക്രോ, മാക്രോ. ഇന്ത്യൻ എൻവയോൺമെന്റ് എന്താ ഡിവൈഡ് ഇല്ല. ആ ഒറ്റ ഇന്ത്യൻ എൻവയോൺമെന്റിൽ വരുന്ന കുറച്ച് ഫാക്ടേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് നോക്കാം മൈക്രോയിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് വരുന്നത് നോക്കാം. ആരൊക്കെയാ നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. സപ്ലൈസ് ഓഫ് ഇൻപുട്സ്, കസ്റ്റമേഴ്സ്, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ്, കോമ്പറ്റീറ്റേഴ്സ്, പബ്ലിക്, ഇവരെന്തൊക്കെയാണ് നമ്മളിപ്പോ പഠിക്കൂട്ടോ. ഇനി മാക്രോയിൽ വരുന്ന എന്താണ് എക്കണോമിക്, പൊളിറ്റിക്കൽ, ലീഗൽ, ടെക്നോളജിക്കൽ, ഗ്ലോബൽ ഓർ ഇന്റർനാഷണൽ, സോഷ്യോ കൾച്ചറൽ, ഡെമോഗ്രാഫിക്, നാച്ചുറൽ. ഓക്കെ, ഇനി ഇന്ത്യൻ എൻവയോൺമെന്റിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വരുന്നത് വാല്യൂ സിസ്റ്റം, മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, കോർപ്പറേറ്റ് കൾച്ചർ, ഹ്യൂമൻ റിസോഴ്സസ്, ഫിസിക്കൽ റിസോഴ്സസ് ആൻഡ് ഫിനാൻഷ്യൽ കാപ്പബിലിറ്റീസ്. നമ്മൾ ഇത്രയും പഠിച്ച അതിന്റെ ചുരുക്കി രൂപം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആണ്. നമുക്കിനി ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താ ഇന്ത്യൻ എൻവയോൺമെന്റ്. ഇന്ത്യൻ എൻവയോൺമെന്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ബിസിനസ്സിന് ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതായത് ബിസിനസിന്റെ കൺട്രോളിൽ വരുന്ന ഫാക്ടേഴ്സ് ആണ് എന്ത് ഈ ഇന്ത്യൻ എൻവയോൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽ, മണി, മെഷീൻസ്, അതൊക്കെയാണ് എന്ത് ബിസിനസിന്റെ ഉള്ളിൽ വരുന്ന ഫാക്ടേഴ്സ്. ബിസിനസിനെ കൺട്രോൾ ചെയ്യാം. അതായത് അതിൽ ബിസിനസിനുള്ളിൽ വരുന്ന ഫാക്ടേഴ്സ് ആകുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ആർക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് ബിസിനസിന് ചേഞ്ചസ് വരുത്താൻ കഴിയും, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ വരുന്ന എന്തെങ്കിലും ത്രെറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതാണ് ബിസിനസിന്റെ ഈ ഉള്ളിൽ വരുന്ന ഇൻസൈഡ് ബിസിനസ് വരുന്ന ഫാക്ടേഴ്സ്. നമുക്ക് നോക്കാം ഏതൊക്കെയാ. വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്താ എത്തിക്കൽ ബിലീഫ്സ് ദാറ്റ് ഗൈഡ് ദ ഓർഗനൈസേഷൻ അറ്റൈൻ ഇറ്റ്സ് മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഓരോ ബിസിനസ്സിന് എന്തായിരിക്കും അവർക്ക് അവരുടേതായ എത്തിക്കൽ വാല്യൂസ്, അല്ലെങ്കിൽ അവരുടെ മിഷൻ, ചിലപ്പോൾ നമുക്ക് ചില വിശ്വാസങ്ങൾ ഉണ്ടാവും അല്ലെ, ചില ട്രഡീഷൻസ് ഉണ്ടാവും. അതൊക്കെ എന്താ
ഒരു ബിസിനസ്സിനുള്ളിൽ വരുന്നത്. അത് അവരുടെ ഇപ്പൊ ഒരു ബിസിനസ്സിന് ചിലപ്പോ ഫസ്റ്റ്ലി ഇപ്പൊ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തായിരിക്കും ഒരുപാട് ആചാരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ ബിസിനസിന്റെ പ്രോഗ്രാം ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടക്ട് ചെയ്യണം എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു രീതിയിലാണ് പോകേണ്ടത്, ഈ ഒരു മെത്തേഡാണ് ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു എത്തിക്കൽ ബിഹേവിയർ ആണ് അവിടെ കൊണ്ടുവരേണ്ടത്, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ബിഹേവിയേഴ്സ്. അതായത് ഒരു ബിസിനസ്സിന് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്, ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റാതെ, അങ്ങനെ കുറച്ച് ബിലീഫ്സ് എത്തിക്സ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. അതെന്താണ് ഉണ്ടാവും, അതായത് ഒരു ബിസിനസിന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബിലീഫ്സും എത്തിക്സും ഒക്കെ എന്താണ്, അതൊക്കെ ബിസിനസിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അവരുടെ മിഷൻ, അവരുടെ ഒബ്ജക്റ്റീവ്സ് ആണിത്. അപ്പൊ എന്താ അത് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയി ഒരു വർക്കിംഗ് എൻവയോൺമെന്റിൽ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നില്ല, ഒരു എത്തിക്സ് കീപ്പ് ചെയ്യുന്നില്ല, അവർക്ക് തോന്നിയ പോലെ വരുന്നു, ഒരു പങ്ക്ച്വാലിറ്റി ഇല്ല, വർക്കൊക്കെ അവരുടെ തോന്നിയ പോലെ കറക്റ്റ് ടൈമിൽ തീർക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടിലൂടെ അവർ എത്തിക്കുന്നില്ല, അതൊക്കെ എന്താ, അത് ബിസിനസിന്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ്, അത് ബിസിനസിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാ. ഓക്കെ, അതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ബിസിനസ്സിനും ഇപ്പൊ നമുക്ക് തന്നെ ഉണ്ടാവും എന്ത്, നമുക്ക് നമ്മുടേതായുള്ള ഒബ്ജക്റ്റീവ്സ് ഇല്ലേ, എയിം ഇല്ലേ, കരിയർ സെറ്റിംഗ്സ് ഇല്ലേ, അതാണ് എന്ത്, നമുക്ക് നമ്മുടേതായ മിഷനും കാര്യങ്ങളുണ്ടാവും. അപ്പൊ എല്ലാവർക്കും എന്തുണ്ട്, ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ എന്താ, അവർക്ക് അവരുടേതായിട്ടുള്ള എന്തുണ്ട്, മിഷൻ ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോ ആ മിഷൻ റിഫ്ലെക്ട്സ് ദ ഓവറോൾ പർപ്പസ് ഓർ റീസൺ ഫോർ ഓർഗനൈസേഷൻസ് എക്സിസ്റ്റൻസ്. ഇപ്പോ നമുക്കൊരു എയിം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ അല്ലേ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു കോഴ്സ് എടുത്തു, നമുക്കൊരു എയിം, എന്തെങ്കിലും എയിം ഉണ്ടായതുകൊണ്ടല്ലേ നമ്മളൊരു കോഴ്സ് എടുക്കുന്നത്, അല്ല വെറുതെ പോയി ഒരു കോഴ്സ് എടുക്കില്ലല്ലോ. അപ്പൊ ഒരു ബിസിനസ് ആയാലും എന്താ, അവർക്കൊരു എയിം ഉണ്ടാവും, ആ എയിം ഉള്ളതുകൊണ്ടാണ് ബിസിനസ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, അവരുടെ ഒബ്ജക്റ്റീവ്സിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിഷൻ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും രീതികൾ അഡോപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള, അതായത് ബിസിനസിനകത്ത് വരുന്ന ഫാക്ടേഴ്സിൽ എന്ത് വരുത്തണം, ഒരു അപ്ഡേഷൻസ് ചേഞ്ചസ് വരുത്തണം. അതൊക്കെ എന്താ, ബിസിനസിന് ഉള്ളിലുള്ള കാര്യം, അത് ബിസിനസിന് എന്ത് ചെയ്യാൻ കഴിയും, കൺട്രോൾ ചെയ്യാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഹയറാർക്കിക്കൽ റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ടോപ്പിൽ ആര്, മിഡിൽ ആര്, ലോവർ ലെവലിൽ ആര്, അല്ലെ, നമ്മൾ ബിസിനസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതെന്താ, അവരുടെ ടോപ്പ് ലെവലിലുള്ളവർക്ക് ഇതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ അവരുടെ റോൾ ഇതൊക്കെയാണ്. മിഡിൽ ലെവലിലുള്ളവർക്ക് എന്താണ്, ഇതാണ് റോള്, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ടോപ്പ് ലെവൽ മാനേജേഴ്സ് അവരെ ഓർഡർ കൊടുക്കും, അതിന്റെ അടിയിലുള്ളവർക്ക് താഴെ ലോവർ ലെവലിലുള്ളവർക്ക് ആര് കൊടുക്കും, മിഡിൽ ലെവലിലുള്ളവർ കൊടുക്കും. എന്താ, അവർ ഓരോ റെസ്പോൺസിബിലിറ്റീസ് റോൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാല്, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ള അപ്ഡേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും, അത് ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. ദെൻ പിന്നെ വരുന്നതാണ് എന്ത്, കൾച്ചർ. കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വാല്യൂസ്, നോംസ്, ബിലീഫ്സ്, ഓരോരുത്തർക്ക് എന്താ ഓരോ കൾച്ചേഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബിസിനസ് ഫോർ എക്സാമ്പിൾ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ആ ഒരു പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്, വേറെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഉണ്ട്, അവർ പ്രൊഡക്ഷൻ നടത്തുക. ഇവർക്കുള്ള അതേ കൾച്ചറും ബിലീഫ്സും വാല്യൂസും നോംസും ഒക്കെ ആണോ മറ്റൊരു ഫേമിന് ഉണ്ടാവുക? അല്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെയാണോ നിങ്ങൾ ഉണ്ടാവുക? അല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തുണ്ടാവും, വാല്യൂസ്, ബിലീഫ്സ്, കൾച്ചേഴ്സ്. എനിക്ക് ഇന്റേതായുള്ള കൾച്ചറും വാല്യൂസും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാ പറയുന്നത്. അപ്പൊ അങ്ങനെ അതിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആ ബിസിനസ്സിന് അവരുടെ ഉള്ളിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അത് അവർ എന്ത് ചെയ്യാൻ കഴിയില്ല, ബാഡ് ആയിട്ട് ബാധിക്കില്ല. അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ്. അതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസ് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫേമിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ്, അവിടുത്തെ വർക്കേഴ്സാ, എംപ്ലോയീസാ. ഓക്കെ, അപ്പൊ അവർക്ക് അവരുടെ സ്കില്ലില്, ക്വാളിറ്റിയില്, കാപ്പബിലിറ്റീസിൽ, ആറ്റിറ്റ്യൂഡിലൊക്കെ വരുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും, ആ ബിസിനസ്സിന് എന്തായിരിക്കും, ബാധിക്കില്ലേ. അപ്പൊ അത് ബിസിനസ്സിന് എന്ത് ചെയ്യാൻ കഴിയും, കൺട്രോൾ ചെയ്യാൻ കഴിയും. കാരണം എന്തെങ്കിലും ഒരു ബിഹേവിയറൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ സ്കില്ല്, അവരുടെ ക്വാളിറ്റി, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് ഹവേഴ്സിൽ എന്താണ് നന്നായി നല്ല വർക്കിംഗ് ഹവേഴ്സ് എടുക്കുന്നുണ്ട്, നല്ല ടൈം എടുത്ത് ചെയ്യുന്നതാണെങ്കിൽ അതൊക്കെ എന്താ, ഈ ബിസിനസ്സിന് മാറ്റാൻ കഴിയുന്നതേ ഉള്ളൂ. ബിസിനസ്സിന് ഉള്ളിലുള്ള ആളുകളല്ലേ, അപ്പൊ അതൊക്കെ ബിസിനസ്സിന് മാറ്റാൻ കഴിയുന്ന ഫാക്ടേഴ്സ് ആണ്. അതാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഫിസിക്കൽ റിസോഴ്സസ് ആൻഡ് ഫിനാൻഷ്യൽ കാപ്പബിലിറ്റീസ്. അത് പറയുന്നത് എന്താ, ഫിസിക്കൽ റിസോഴ്സസ് എന്താ, മെഷീനറി, പ്ലാന്റ്, എക്യുപ്മെന്റ്സ്, ഓക്കെ. ഫിനാൻഷ്യൽ കാപ്പബിലിറ്റീസ്, അതായത് ഒരു മെഷീനറി കേടുവന്നു, ഫോർ എക്സാമ്പിൾ എടുക്കണേ, ഒരു മെഷീനറി കേടുവന്നു, ആ കേടുവന്ന മെഷീനറി കൊണ്ടുപോയി നേരാക്കാൻ ആർക്ക് കഴിയും, ബിസിനസ്സിന് കഴിയൂലേ. അല്ലെങ്കിൽ എന്താണ്, ഈ ഒരു മെഷീനറി ഇനി അത് വർക്ക് ആവണില്ല, പുതിയൊരു മെഷീനറി വാങ്ങാൻ ആർക്ക് കഴിയും, ബിസിനസ്സിന് കഴിയില്ല. അതേപോലെ എന്താണ്, ഇപ്പൊ നമ്മൾ ഒരു എംപ്ലോയർ, ഒരു വർക്കറുടെ കേസിൽ ഒരു എംപ്ലോയറെ കേസ് എടുക്കുകയാണ്, ആ എംപ്ലോയർ എന്താണ്, ഒരു മോശമായ ബിഹേവിയർ ചെയ്തു.
ഓക്കെ. ബിസിനസ്സിന് ഒരിക്കലും അതിനോട് യോജിക്കാൻ, അതായത് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഫാക്ടറിനോട്, അവർ ചെയ്ത കാര്യത്തിന് യോജിക്കാൻ പറ്റുന്നില്ല. ആ ബിസിനസ്സിന് അയാൾ ഒഴിവാക്കിക്കൂടെ? എംപ്ലോയർ സ്ഥാനത്ത് നിന്ന് അയാൾ ഒഴിവാക്കിക്കൂടെ? അല്ലെങ്കിൽ മാനേജർ പോസ്റ്റിൽ നിന്ന് ഒരു വ്യക്തി ഒഴിവാക്കിക്കൂടെ? അതൊക്കെ ആർക്ക് ചെയ്യാൻ കഴിയുന്ന ഫാക്ടറാണ്? ബിസിനസ്സിന് ചെയ്യാൻ കഴിയുന്ന ഫാക്ടർ. ഓക്കെ, അതാണ് പറയുന്നത്. ദെൻ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസിന്റെ പുറമേയുള്ള ഫാക്ടേഴ്സ്, ഔട്ട്സൈഡ് ദി ബിസിനസ് ആണ്. ബിസിനസിന് പുറമേയുള്ള ഫാക്ടേഴ്സ് എങ്ങനെയാണ്? അത് ബിസിനസിന്റെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്, ബിസിനസിന്റെ പെർഫോമൻസിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടേഴ്സ് ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണ്? മൈക്രോ എൻവയോൺമെന്റ്. മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ വരുന്നതാണ് കേട്ടോ മൈക്രോ എൻവയോൺമെന്റ്. ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ബിസിനസ്. ഇത് ബിസിനസിനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, മൈക്രോ എൻവയോൺമെന്റ് എന്താണ്? ഡയറക്റ്റ് ആയി ബിസിനസിനെ ബാധിക്കുന്നുണ്ട്. ഏതൊക്കെയാ? സപ്ലയേഴ്സ് ഓഫ് ഇൻപുട്സ്. സപ്ലയേഴ്സ് ആരാ? സപ്ലയേഴ്സ് ആരാണ്? നമുക്ക് ഒരു ഫേമിന് നമ്മള് സ്റ്റോക്ക് മേടിക്കുക ആരുടെ കയ്യിൽ നിന്ന് പോയിട്ടാണ്? പർച്ചേസർ കയ്യിൽ നിന്ന് പോയിട്ടില്ലേ? അതായത് നമ്മള് സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്നാണ് പോയിട്ട് എന്ത് മേടിക്കുക? സ്റ്റോക്ക് മേടിക്കുക. നമ്മുടെ ബിസിനസ് തുടങ്ങുന്നത് നമുക്ക് സ്റ്റോക്ക് വേണ്ടേ? ആ സ്റ്റോക്ക് ആരുടെ കയ്യിൽ നിന്നാണ് മേടിക്കുക? സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്നാണ് മേടിക്കാം. ഓക്കെ, അതാണ് പറയുന്നത്. സപ്ലയേഴ്സ് ഗിവ് റോ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് ടു ദ ഫേം. എ ഫേം ഷുഡ് ഹാവ് മോർ ദാൻ വൺ സപ്ലയർ ഫോർ എഫിഷ്യന്റ് ഇൻപുട്ട് ഇൻഫ്ലോസ്. അതായത് ഒരു ഫേമിന് എന്തായിരിക്കും? എപ്പോഴും ഒരു സപ്ലയർ മാത്രമാണ് ഒരു ഫേം ഡിപ്പെൻഡ് ചെയ്യുക? അല്ല, ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ടാവും അവരുടെ കയ്യിൽ, അല്ലെ? അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇനി സപ്ലയേഴ്സിൽ വരുന്ന എന്തെങ്കിലും ചേഞ്ചസ്, അവർ ചിലപ്പോൾ നമുക്കൊരു ബാഡ് പ്രൊഡക്റ്റ് തന്നു. അതായത് നമ്മളൊരു 1 kg പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൽ എന്തില്ല? ആ 1 kg അത്രയും പ്രൊഡക്ട്സ് ഇല്ല, ഒരു 1/2 kg പ്രൊഡക്ട്സ് അതിൽ ഉള്ളൂ. അപ്പൊ അതെന്താ? അവര് നമ്മളെ പറ്റിക്കല്ലേ? അതൊക്കെ എന്ത്? നമ്മൾ ഡയറക്റ്റ് ബാധിക്കും. നമ്മുടെ സ്റ്റോക്ക് അത്ര ഇല്ല, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ സ്റ്റോക്ക് അതിൽ വീട്ടിൽ, അതായത് ബിസിനസ്സിൽ വന്ന് നോക്കുമ്പോൾ എന്തില്ല? സ്റ്റോക്ക് ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യാണ്? ബാധിക്കല്ലേ? അതായത് സപ്ലൈസ് അവിടെ നമ്മൾ ചീറ്റ് ചെയ്യല്ലേ? അതെന്താ? അത്തരത്തിൽ സപ്ലൈസിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അത് എന്ത് ചെയ്യും? ബിസിനസ്സിനെ ഡയറക്റ്റ് ആയി അഫക്ട് ചെയ്യും. ദെൻ പിന്നെ വരുന്നതാണ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് ആർ ദി ബയേഴ്സ് ഓഫ് ദി ഫേം. ഫോർ എക്സാമ്പിൾ, പിന്നെ ഈ സപ്ലൈസ് അവർ എന്ത് ചെയ്തിട്ടില്ല? റോ മെറ്റീരിയൽസ് നമ്മൾ ഇത്രയും പ്രൊഡക്ട്സ് ഔട്ട്പുട്ട് ഉണ്ടായി കൊടുക്കുക. നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സിന് വരുന്ന കുറച്ച് ഓർഡർ കിട്ടി വിചാരിക്കുക. ഔട്ട്പുട്ട് ഇത്ര വേണം, ഇതിന്റെ ഡയറ്റില് നെക്സ്റ്റ് മന്ത് നമുക്ക് ഇത്ര പ്രൊഡക്ട്സ് വേണം. ബട്ട് നമ്മൾ സപ്ലയറുടെ കയ്യിൽ പോയി മേടിക്കാൻ ചെല്ലുമ്പോൾ എന്തല്ല, അവര് ഈ ഒരു സീസൺ, അതായത് ക്ലൈമറ്റ് ചേഞ്ച് കാരണം എന്ത് ചെയ്തിട്ടില്ല? അവര് പ്രൊഡക്ട്സ് പോലും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതെന്താ? നമ്മളെ ഡയറക്റ്റ് ബാധിക്കും, നമ്മുടെ ഫേമിനെ. അപ്പൊ അതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമേഴ്സ് ആർ ദി ബയേഴ്സ് ഓഫ് ദി ഫേംസ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. കസ്റ്റമേഴ്സ് ആണ് ആര്? നമുക്ക് റവന്യൂ കിട്ടണമെങ്കിൽ ആര് വേണം? കസ്റ്റമേഴ്സ് വേണം. കസ്റ്റമേഴ്സ് നമ്മളെ പ്രൊഡക്ട്സ് മേടിക്കണം. കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോഴും ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വിറ്റുകൊണ്ടേ ഇരിക്കുക. കസ്റ്റമേഴ്സ് മേടിക്കാൻ തയ്യാറാവോ? ഇല്ല. കസ്റ്റമേഴ്സ് ആരാണോ അവരുടെ ടേസ്റ്റും പ്രിഫറൻസിനും അനുയോജിച്ച പ്രൊഡക്റ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് നീഡില്ല, അവരുടെ വാർഡിന് അനുസരിച്ചുള്ള പ്രൊഡക്ട്സ് ആരാണോ കൊടുക്കുന്നത്, അവരുടെ കയ്യിൽ പോയിട്ട് ആര് മേടിക്കുള്ള പ്രൊഡക്ട്സ്? കസ്റ്റമേഴ്സ് മേടിക്കുള്ള പ്രൊഡക്ട്സ്. അതാണ് പറയുന്നത്. അപ്പൊ കസ്റ്റമേഴ്സിൽ വരുന്ന ചേഞ്ചസ് എന്ത് ചെയ്യും? നമ്മുടെ നന്നായിട്ട് അഫക്ട് ചെയ്യും. കാരണം നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് ആർക്കാ കൊടുക്കുന്നത്? കസ്റ്റമേഴ്സിനാ കൊടുക്കുന്നത്. അവരുപയോഗിച്ച് അവരുടെ ഫീഡ്ബാക്ക് പറയണം. നമ്മുടെ പ്രൊഡക്ട്സിന് ബാഡ് ഇമേജ് വന്നു കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് മാർക്കറ്റിൽ സർവേ ചെയ്യാൻ കഴിയില്ല. അതാണ് പറയുന്നത്. പിന്നെ വരുന്ന പോയിന്റ് ആണ് മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ്. മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് ആർ ആൻ ഇമ്പോർട്ടന്റ് ലിങ്ക് ബിറ്റ്വീൻ എ ബിസിനസ് ഫേം ആൻഡ് ഇറ്റ്സ് അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സ്. ഇപ്പോ കസ്റ്റമേഴ്സ് ഡയറക്റ്റ്ലി പോയി ആരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നില്ല. അവർ ഡയറക്റ്റ്ലി പോയിട്ട് മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് മേടിക്കാണോ ചെയ്യാറ്? അല്ല. അവരെന്താ? ഓരോ ഫേം, അതായത് നമ്മുടെ സിറ്റീസിൽ അവരുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ പോയി അവർ എന്ത് മേടിക്കും? പ്രൊഡക്ട്സ് മേടിക്കും. ആ പ്രൊഡക്ട്സ് എവിടുന്നാ കൊണ്ടുവരുന്നത്? മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ആര് കൊണ്ടുവരാം? ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്. അവർ വഴിയാണ് ആരിലോട്ട് എത്തിക്കുന്ന പ്രൊഡക്റ്റ്? കസ്റ്റമേഴ്സിലോട്ട് എത്തുന്നത്. അപ്പോ ഈ കസ്റ്റമേഴ്സിലോട്ട്, മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സിലോട്ട് പ്രൊഡക്റ്റ് എത്തിക്കുന്നത് ആരാണ്? ഇത്തരത്തിലുള്ള റീറ്റെയിലേഴ്സും ഹോൾസെയിലേഴ്സും. അപ്പൊ അവരാണ് ആര്? മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ്. ഓക്കെ, അവരിൽ വരുന്ന, അവരെന്തെങ്കിലും കള്ളത്തരം ചെയ്ത് കഴിഞ്ഞാൽ, അവർ ഡിലേ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരെന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ, അപ്പൊ അവർ മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് മേടിച്ചു, ബൾക്കായിട്ട് പ്രൊഡക്ട്സ് മേടിക്കുമല്ലോ. അവരെന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ പാക്കേജിങ് കാര്യങ്ങൾ റീപാക്കേജിങ് ചെയ്യുന്നുണ്ട് അവർ, അല്ലെ? അപ്പൊ അതിനൊരു വില കൂട്ടി വിൽക്കുന്നതും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? ചിലപ്പോ ചില നല്ല പ്രൊഡക്ട്സ് അവർ എടുത്തു വെച്ചിട്ട് കുറച്ച് ബാഡ് പ്രൊഡക്ട്സ് കയ്യിലിട്ട്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ്, ചിലപ്പോൾ ചില കസ്റ്റമേഴ്സിന് അത് അറിയാൻ കഴിയുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? അങ്ങനെ കസ്റ്റമേഴ്സിനെ അതൊക്കെ ആര് ബാധിക്കുന്നുണ്ട്?
കസ്റ്റമേഴ്സിനെ ബാധിക്കല്ലേ? ഇത് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ് ഫേമിനെ ബാധിക്കാണ്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഇന്റർമീഡിയറ്റ്സ് വരുന്ന ചേഞ്ചസ്, അവരുടെ വരുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ ആരെ ബാധിക്കുന്നുണ്ട്? ഈ നമ്മുടെ ഫേമിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ കസ്റ്റമേഴ്സ് ഇത് പിടിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിന് എന്തെങ്കിലും അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് വന്നതിന് എന്താ, അതാരാണ്? മാർക്കറ്റ് ഇന്റർമീഡിയറ്റ്സ് ആണ് കാരണം. അപ്പൊ അത് ആരെ ബാധിക്കും? നമ്മുടെ ഫേമിനെ ബാധിക്കും. ദെൻ പിന്നെ വരുന്നതാണ് കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സ് ആർ ദ കോമ്പറ്റീറ്റേഴ്സ് ആരാണ്? റൈവൽ. റൈവൽ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എതിരാളിയാണ്. ഓക്കെ, കോമ്പറ്റീറ്റേഴ്സ് ആണ് നമ്മുടെ എതിരാളിയാണ്. നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കോമ്പറ്റീറ്ററെ നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഏത് പ്രൊഡക്റ്റ്, അവർ ഏത് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, അവരെങ്ങനെയാണോ മാർക്കറ്റ് ചെയ്യുന്നത്, അവരെങ്ങനെയാണോ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും അനലൈസ് ചെയ്യണം. നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്ററേക്കാളും ഒരു സ്റ്റെപ്പ് മുന്നിൽ നമുക്ക് നിൽക്കണം. എന്നാലും നമുക്ക് മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ, എന്നാൽ നമുക്ക് റവന്യൂ കിട്ടുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത്. അതായത് നമ്മുടെ കോമ്പറ്റീറ്റർ, നമ്മൾ ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്കോർ, അതായത് മാർക്ക് മേടിക്കുന്നുണ്ട് അല്ലേ? മാർക്ക് മേടിക്കുമ്പോൾ കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ മുന്നിൽ എത്തണമെങ്കിൽ നമ്മൾ വീണ്ടും പഠിക്കണം, നന്നായി പഠിക്കണ്ടേ? അതാ പറയുന്നത് എന്ത്? അപ്പൊ വീണ്ടും നമ്മൾ പഠിക്കണം. അപ്പോ അതാണ് എന്ത്? നമ്മള് മത്സരിക്കുക. ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡ്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണം. നമ്മൾ മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഡക്റ്റ് ഹൈ ആവണം, നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആവണം, നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കണം. കസ്റ്റമേഴ്സിന്റെ നീഡ്സ്, കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് പ്രിഫറൻസ് ഉള്ള, അതായത് കസ്റ്റമേഴ്സിന്റെ വാണ്ട്സിന് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആവണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കേണ്ടത്. അതാണ് പറയുന്നത്. ഓക്കെ, അതാണ് എന്ത്? കോമ്പറ്റീറ്റേഴ്സിൽ വരുന്നത്. അപ്പൊ കോമ്പറ്റീറ്റേഴ്സിൽ വരുന്ന ചേഞ്ചസ് നമ്മളെ ബാധിക്കും. അവരെന്താ ഒരു പുതിയ മെത്തേഡ് അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജി ഉപയോഗിച്ച് എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിനോട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മൾ ബാധിക്കും. അപ്പൊ അതായത് ഒരുപാട് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? അവരിലോട്ട് എത്തും. അപ്പൊ നമുക്ക് കസ്റ്റമേഴ്സ് ഇല്ല. അപ്പൊ എന്താ? നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? പബ്ലിക് എന്ന് പറയുമ്പോൾ എന്താ? Public or groups such as media groups, women's associations, environmentalists, consumer protection groups are significant factors. അതായത് പബ്ലിക്, പൊതുവായിട്ടുള്ള ചില മീഡിയ ഗ്രൂപ്പ്സ്, വുമൻസ് അസോസിയേഷൻസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ഇത്തരത്തിലുള്ള, അതായത് ചില മീഡിയകൾ. ഓക്കെ, അത് ഈ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ? വുമൻസ് അസോസിയേഷൻസ്, ചില എൻവയോൺമെന്റലിസ്റ്റ്സ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫേമിനെ ബാധിക്കും. ഓക്കെ, അവർ കൊണ്ടുവരുന്ന, അവർ ഇറക്കുന്ന, അപ്പോൾ ചില നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു മീഡിയ ഗ്രൂപ്പ് ഇറക്കിക്കാണ് ഒരു ബാഡ് ഇമേജ്, അല്ലെങ്കിൽ ഇവർ പ്രൊഡക്റ്റ് ചെയ്യുന്നവര് ഏതെങ്കിലും കസ്റ്റമേഴ്സ് പറഞ്ഞതിനനുസരിച്ച് ഇവർ എന്ത് ചെയ്യാണ്? അങ്ങനത്തെ മീഡിയയിൽ കൂടെ എന്ത് ചെയ്യുക? വിടാണ്. അതായത് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, അങ്ങനെ എന്ത് ചെയ്യാണ്? അവരെന്ത് വിടും? നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് ഒരു ബാഡ് ഇമേജ് ഇറക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഫേമിനെ ബാധിക്കും. ഓക്കെ, അതാണ് പബ്ലിക്. അതായത് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ, ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബിസിനസിനെ അഫക്ട് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മാക്രോ എൻവയോൺമെന്റ് അല്ലെ? നമ്മൾ മൈക്രോ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, മാക്രോ എൻവയോൺമെന്റ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. മാക്രോ എൻവയോൺമെന്റിൽ വരുന്ന എന്താണ്? ഫാക്ടേഴ്സ് ഓർ കണ്ടീഷൻസ് വിച്ച് ആർ ജനറൽ ടു ഓൾ ബിസിനസ് ആൻഡ് ആർ അൺകൺട്രോളബിൾ. ഓക്കെ, അതായത് മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസിനെ ബാധിക്കുന്നുണ്ട് അല്ലെ? ബിസിനസിനെ ബാധിക്കുന്നു. ബട്ട് ഇതെന്താണ്? ഒരിക്കലും ബിസിനസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയൂല. ഈ മാക്രോ എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് എന്ത് ചെയ്യാൻ കഴിയില്ല? ബിസിനസിന് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? എക്കണോമിക് എൻവയോൺമെന്റ്. എക്കണോമിക് എൻവയോൺമെന്റ് നമ്മൾ പഠിച്ച കാര്യമാണ്. എക്കണോമിക് എൻവയോൺമെന്റിൽ എന്തൊക്കെയാണ് വരുന്നത്? മോണിറ്ററി പോളിസീസ്, ഫിസിക്കൽ പോളിസീസ്, എക്കണോമിക് റിഫോംസ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, എക്കണോമിക് ഫിലോസഫി, എക്കണോമിക് ഡെവലപ്മെന്റ്, ട്രേഡ് സൈക്കിൾ, ഇതൊക്കെ എന്താ? അതായത് മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, സെൻട്രൽ ഗവൺമെന്റ്, RBI, സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്ററി പോളിസിയിൽ മാറ്റം വരുത്തുന്നുണ്ട്, ഫിസിക്കൽ പോളിസിയിൽ മാറ്റം വരുത്തുന്നത്. അതേപോലെ എന്താണ്? നമ്മുടെ അഗ്രികൾച്ചർ, അതേപോലെ എക്കണോമിക് റിഫോംസിൽ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൽ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇത്തരത്തിലുള്ള ട്രേഡ് സൈക്കിൾ, ട്രേഡിംഗ് പാറ്റേൺസ് ഒക്കെ മാറ്റുക. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബിസിനസ് ഫേമിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ബിസിനസ് ഫേമിനെ അത് ബാധിക്കുന്നുണ്ട്. അഗ്രികൾച്ചറിൽ വരുന്ന മാറ്റങ്ങൾ, അഗ്രികൾച്ചറിൽ എന്താണ്? അതിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കിയാല്, അഗ്രികൾച്ചറിൽ വരുന്ന ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസ്, അതായത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, അതെന്തായിരിക്കും? ഡിലേ വരും. ഓക്കെ, അതിൽ വരുന്ന ഡിലേകൾ. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് എന്ത് ചെയ്യാണ്? നമ്മുടെ ബിസിനസ് ഒരു പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. ആ ഒരു പ്രൊഡക്ട്സ് വിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് സപ്ലൈസിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് പോയി മേടിക്കണം അല്ലേ? ആ പോയി മേടിക്കുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്തു, നമ്മൾ എന്ത് ചെയ്യണം? അവർ നമ്മൾക്ക് എത്തിച്ചു തരും, നമ്മുടെ ഗോഡൌണിലോട്ട് അവർ ആ പ്രൊഡക്ട്സ് എത്തിച്ചേരും. എങ്ങനെ എത്തിച്ചേരുക? ട്രാൻസ്പോർട്ടേഷൻ വഴി അവർ എത്തിച്ചേരും. അപ്പോൾ ആ ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഗുഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഗോഡൌണിലോട്ട് എത്താൻ
ടൈം എടുക്കും. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസിനെ ബാധിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് എന്ത്, പൊളിറ്റിക്കോ ലീഗൽ എൻവയോൺമെന്റ്. പൊളിറ്റിക്കൽ ലീഗൽ എൻവയോൺമെന്റ് അതായത് എന്താ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിംഡ് ബൈ ദി ഗവൺമെന്റ് ഇറക്കുന്ന പുതിയ പുതിയ റൂളുകള്, ലൈസൻസ്. ഇപ്പൊ നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, ഒരുപാട് ലൈസൻസ് സ്കീമുകൾ. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഒരുപാട് ലൈസൻസ് സ്കീമുകള്, അതേപോലെ സ്വച്ഛ് ഭാരത് അഭിയാൻ, പോളിത്തീൻ ബാഗ്, ഇതൊക്കെ എന്താ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസിനെ ബാധിക്കുന്നുണ്ടെന്നാ പറയുന്നത്. ഒരുപാട് പോളിസീസ് വന്നു കഴിഞ്ഞാൽ, ഒരുപാട് റൂളുകൾ വന്നു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ ടാക്സ് റേറ്റുകൾ, അതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ആരെ ഇത് ബാധിക്കുന്നത്, ബിസിനസ് ഫേമിനെയാണ് ബാധിക്കുന്നത്. അതാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് ഓർ അതർ ഓർഗനൈസ്ഡ് നോളജ് ടു പർട്ടിക്കുലർ ടാസ്ക്സ്. പുതിയ പുതിയ സോഫ്റ്റ്വെയർസ്. ഇപ്പൊ നമ്മൾ അക്കൗണ്ട്സിൽ, ബിസിനസ് ഫേമിൽ അക്കൗണ്ട്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, പുതിയ പുതിയ സോഫ്റ്റ്വെയർസ് വരൽ തുടങ്ങി, ഒരുപാട് അപ്ഡേഷൻസ് വരൽ തുടങ്ങി. ഇതൊക്കെ ആരെ ബാധിക്കുന്നത്, ആ ഒരു പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ ആ അപ്ഡേഷൻ ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ കഴിയില്ല, മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യണം, അവര് അപ്ഡേഷൻസ് വരുത്തണം. അപ്പൊ ഇത് ആരെ ബാധിക്കുന്നുണ്ട്, ബിസിനസിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് ഗ്ലോബൽ ഓർ ഇന്റർനാഷണൽ എൻവയോൺമെന്റ്. ഗ്ലോബലൈസേഷൻ. ഓക്കെ, അതായത് ഗ്ലോബലി വരുന്ന ചേഞ്ചസ്. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് എന്ത് ചെയ്യാൻ കഴിയും, അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ കഴിയും, ഒരു ഫോറിൻ കൺട്രീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ കഴിയും അല്ലേ. അത്ര എന്ത് വരുന്നുണ്ട്, ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അതെ, ഫോർ എക്സാമ്പിൾ എടുക്കുന്നത് ക്രൂഡ് ഓയിൽ പ്രൈസസ്. ഓക്കെ, ക്രൂഡ് ഓയിൽ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രൈസിൽ ചേഞ്ചസ് വരുന്നുണ്ട്, പ്രൈസ് ഇൻക്രീസ് വരുന്നുണ്ട് അല്ലെ. ഇതൊക്കെ ആരെ ബാധിക്കുന്നുണ്ട്, ബിസിനസ് ഫേമിനെ. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിലും ആയിക്കോട്ടെ, ഇതൊക്കെ ആര് ബാധിക്കുന്നുണ്ട്, ബിസിനസ് ഫേമിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്. സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റിൽ എന്താ വരുന്നത്, ഒരുപാട് കസ്റ്റംസ്, വാല്യൂസ്, പുതിയ പുതിയ ആചാര രീതികൾ, പുതിയ പുതിയ കസ്റ്റംസ്, പുതിയ പുതിയ വാല്യൂസ്, നോംസ്, ഇതൊക്കെ എന്താ, അതായത് സൊസൈറ്റി കൊണ്ടുവരുന്ന ഒരുപാട് കൾച്ചറൽ ഫാക്ടേഴ്സ്, കസ്റ്റംസ്, വാല്യൂസ്, ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ എന്താ, അതിനനുസരിച്ച് ഇവർ ഉത്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സിൽ മാറ്റം വരണം, ഇവര് ബിസിനസ്സേഴ്സ് ഫോളോ ചെയ്യുന്ന മെത്തേഡിൽ മാറ്റം വരണം, അവരുടെ കൾച്ചർ മാറണം, അവരുടെ കസ്റ്റംസ് മാറണം, ഇതൊക്കെ എന്താ, ഇതൊക്കെ ബിസിനസിനെയാണ് അഫക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്. ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ, നമ്മുടെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ വേൾഡിലുള്ള പോപ്പുലേഷൻ, നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി, ലിറ്ററസി റേറ്റ്, അർബൻ ആൻഡ് റൂറൽ ഏരിയാസിൽ വരുന്ന എഡ്യൂക്കേഷൻ ലെവല്, അവരുടെ എഡ്യൂക്കേഷൻ ലെവല്, ആളുകളുടെ ടെക്നോളജിക്കൽ സ്കിൽസ്. ഓക്കെ, അവർക്ക് എത്രത്തോളം അവർക്ക് അറിയും, ഒരു പോപ്പുലേഷൻ എത്രയാണ്, ഓവറോൾ പോപ്പുലേഷൻ, അതിൽ എത്രത്തോളം ആളുകൾക്ക് എന്തുണ്ട്, എഡ്യൂക്കേറ്റഡ് ആണ് അവര്. ഇതൊക്കെ എന്തിനെ ബാധിക്കുന്നുണ്ട്, ബിസിനസ്സിന്. അതായത് ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ, ഒരു ബിസിനസ് ഫേം ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ഒരു ഫാക്ടർ ആണ്, അതാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് നാച്ചുറൽ എൻവയോൺമെന്റ്. നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജോഗ്രഫിക്കൽ ആൻഡ് എക്കോളജിക്കൽ റിസോഴ്സസ്. അതായത് എന്താ, മിനറൽസ്, ഓയിൽ റിസോഴ്സ്, വെതർ, നമ്മുടെ ക്ലൈമറ്റ്. ഫോർ എക്സാമ്പിൾ ഒരൊറ്റ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ക്ലൈമറ്റ് ചേഞ്ചസ് അല്ലെ. ഇപ്പൊ വയനാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രാജഡീസ് അല്ലെ. ഇപ്പൊ എന്താണ്, അതേപോലെ തന്നെ എന്താണ് വെള്ളപ്പൊക്കം, അതേപോലെ തന്നെ എന്താണ് ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ. നാച്ചുറൽ കലാമിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബിസിനസിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ, അല്ലെങ്കിൽ ലാൻഡ് സൈഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ട്രാജഡീസ് വരുമ്പോൾ എന്താ, ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോ, കോവിഡ് വന്നു അല്ലെ, ഇതൊക്കെ എന്താ ചെയ്യുന്നത്, ആ ഒരു ഫേമിന്, ഒരു ബിസിനസ്, അതായത് ഇങ്ങനെ അത്തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ എന്താ, ബിസിനസ് എന്ത് ചെയ്യാൻ, ബിസിനസ് റൺ ചെയ്യാൻ ഇല്ല, ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഇല്ല. ചില ഈ പാൻഡമിക് ഒക്കെ വന്ന സമയത്ത് എന്താണ്, വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ ഇത്രയും, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ തന്നെ ഒരു 10-20 പേര് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ആ റൂളൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്താ, ഇതൊക്കെ ഒരു ബിസിനസ് ഫേമിന് അഡ്വേഴ്സ് ആയിട്ടാണ് ബാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മള് ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. അതായത് നമ്മൾ ആലോചിക്കുകയാണ്, ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ് എൻവയോൺമെന്റ് നമ്മൾ നോക്കണം, അവിടുത്തെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതൊക്കെയാണ് ഇതിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എനേബിൾ ദ ഓർഗനൈസേഷൻ ടു ഐഡന്റിഫൈ ദ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അച്ചീവിംഗ് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. ഓക്കെ, ഈ നമ്മളൊരു ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തുമ്പോൾ, ഒരു അനാലിസിസ് നടത്തുമ്പോൾ, നമുക്കൊരു ഓർഗനൈസേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പുറത്തുണ്ട്. ഓക്കെ, അതെങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും, ഗ്രാബ് ചെയ്യാൻ കഴിയും, എങ്ങനെ നമുക്ക് അതിനെ അഡോപ്റ്റ് ചെയ്യാൻ കഴിയും, നമ്മളിപ്പോ പോകുന്ന ലെവലിൽ പോയാൽ മതിയോ, ആ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസിന് ഒരുപാട് ബ്രാഞ്ചസിലോട്ട്, അല്ലെങ്കിൽ ഒരുപാട് ഗ്രോത്തിലോട്ട്, വെൽ റെപ്യൂട്ടഡ് അല്ലെങ്കിൽ നല്ല ഗുഡ്വില്ലുള്ള ഫേം ആക്കി മാറ്റാൻ കഴിയും, ആ ഒരു രീതിയിൽ കഴിയും എന്നുള്ള രീതി. അതായത് അത്തരത്തിൽ നമ്മൾ ഒരു ബിസിനസ് എൻവയോൺമെന്റ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും.
പിന്നെ വരുന്നതാണ് ഹെൽപ്പ് ദ ഫേംസ് ടു ഐഡന്റിഫൈ ദ ത്രെഡ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽസ്. നമ്മൾ ഈ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് വരാൻ പോകുന്ന ത്രെട്ടുകൾ, ഭീഷണികൾ, നമുക്ക് പെട്ടെന്ന് വരാൻ പോകുന്ന നഷ്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ബാഡ് ആയിട്ടുള്ള എഫക്റ്റിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അതിന് ഈ ഒരു ബിസിനസ് എൻവയോൺമെന്റ് സ്റ്റഡി സഹായിക്കുന്നതാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഹെൽപ്പ് ഇൻ ടാപ്പ് ആൻഡ് അസംബ്ലിംഗ് റിസോഴ്സസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അതായത് ഏതൊക്കെ റിസോഴ്സ് ആണ് സ്കേഴ്സ് ആയിട്ടുള്ളത്, നമുക്ക് ഒരു പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രത്തിൽ അതിന്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെ റിസോഴ്സസ് ആണ് ഉള്ളത്, ഏതൊക്കെ റിസോഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള, അതിനെ കുറിച്ച് നമുക്ക് അസംബിൾ ചെയ്യാനും അതൊക്കെ നമുക്ക് എന്ത് സഹായിക്കും, ഈ ഒരു ബിസിനസ് എൻവയോൺമെന്റ് പഠിക്കുന്നതിലൂടെ അതിന്റെ ഫാക്ടേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിലൂടെ നമുക്ക് അത് സഹായിക്കുന്നതാണ് പറയുന്നത്. ദെൻ ഹെൽപ്പ് ഇൻ അഡ്ജസ്റ്റിംഗ് ആൻഡ് അഡാപ്റ്റിംഗ് ടു റാപ്പിഡ് ചേഞ്ചസ്. ഈ ബിസിനസ്സിൽ എൻവയോൺമെന്റിൽ നമ്മൾ പഠിച്ചു, ഒരുപാട് ചേഞ്ചസ് വരുന്നു പഠിച്ചു, ഒരുപാട് ഫാക്ടേഴ്സ് എല്ലാം ഇൻവോൾവ്ഡ് ആണ് പഠിച്ചു, അത് ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ടെന്ന് പഠിച്ചു, അഡ്വേഴ്സ് ആയി ബാധിക്കുന്നുണ്ട് പഠിച്ചു. അപ്പോൾ പെട്ടെന്ന് വരുന്ന ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ കഴിയും എന്നാണ്, അഡാപ്റ്റ് ചെയ്യാനൊക്കെ കഴിയും എന്നാണ് പറയുന്നത്. ദെൻ അസിസ്റ്റ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ്. എങ്ങനെ സഹായിക്കും, നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് പ്ലാനിങ് കൊണ്ടുവരാനും നമുക്ക് ഒരുപാട് പോളിസി ഉണ്ടാകും. അതായത് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ പോകണ്ട, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. ആ രീതിയിലോട്ട് എന്ത് മാറും, ബിസിനസ്സിന് മാറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഹെൽപ്പ് ഇൻ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്. ഹെൽപ്പ് ഇൻ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് അനലൈസ് നടത്തുന്നുണ്ട്, അതിലെ ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ കഴിയും, ബിസിനസിന്റെ പെർഫോമൻസ് കൂട്ടാൻ കഴിയും, ഒരുപാട് ബ്രാഞ്ചസ് ഉയർത്താൻ കഴിയും, ഒരു വെൽ റെപ്യൂട്ടഡ് ഫേം ആക്കി മാറ്റാൻ കഴിയും. കാരണം ഇത്രയും ഫാക്ടേഴ്സ് അവർ അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ വരാൻ പോകുന്ന ത്രെറ്റുകളൊക്കെ അവർക്ക് എന്താണ് മുൻകൂട്ടി ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കോമ്പറ്റീറ്ററെ കുറിച്ചൊക്കെ അവരെ ഒരു അനലൈസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്താ, ബിസിനസ്സിലെ മാർക്കറ്റിൽ നന്നായിട്ട്, അതായത് വെൽ റെപ്യൂട്ടഡ് ആയിട്ട് സർവൈവ് ചെയ്ത് പോവാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, SWOT അനാലിസിസ്. SWOT അനാലിസിസ് ഒരു ബിസിനസിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് നടത്തണം, എന്ത് ചെയ്യണം, SWOT അനാലിസിസ് നടത്തണം. ഓക്കെ, SWOT അനാലിസിസ് പറഞ്ഞാൽ S stands for the strength, W stands for the weaknesses, O stands for the opportunities, T stands for the threats. ഓക്കെ, അതിൽ ഇന്റേണൽ അനാലിസിസിൽ വരുന്നതാണ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, എക്സ്റ്റേണൽ അനാലിസിസിൽ വരുന്നതാണ് ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും. ഓക്കെ, ഇന്റേണൽ അനാലിസിസിൽ സ്ട്രെങ്ത് അല്ലെ, സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ സ്ട്രെങ്ത് എന്താ, നമ്മുടെ മെയിൻ ആയിട്ട് നമുക്ക്, അതായത് നമ്മളെ നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്കിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ സ്ട്രെങ്താ. അപ്പൊ അതേപോലെ ബിസിനസിന്റെ സ്ട്രെങ്ത് എന്താ, ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബിസിനസിന്റെ സ്ട്രെങ്താ. ബിസിനസിന് എന്തുണ്ട്, കോമ്പറ്റീറ്ററുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നിൽ വരുന്ന ത്രെറ്റുമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്, ആ എന്താ ബിസിനസിന്റെ സ്ട്രെങ്താ. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ആ ഒരു പ്രശ്നം വന്ന, ഒരു പ്രോബ്ലം വന്നപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ഡിസഡ്വാൻറ്റേജാ. ഓക്കെ, അതാണ് എന്ത്, ഒരു ഫേമിന് കോമ്പറ്റീറ്ററുമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, കോമ്പറ്റീഷൻ നടത്താൻ കഴിയുന്നില്ല, അത് അവരുടെ എന്താ ഒരു ഡിസഡ്വാൻറ്റേജാ. അതാണ് എന്തിൽ വരുന്നത്, വീക്ക്നെസ്സിൽ വരുന്നത്. ദെൻ ഓപ്പർച്യൂണിറ്റീസ്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് എന്താ, ഒരു ബിസിനസ് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവൈലബിൾ ഉള്ളത്, ഒരു ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ ഹ്യൂമൻ റിസോഴ്സിനെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പുതിയ പോളിസീസ് അവർക്ക് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പുതിയ ഒരു പ്രൊഡക്റ്റിന് ലോഞ്ചിങ് വരണമെങ്കിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവർക്ക് ഉള്ളത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓപ്പർച്യൂണിറ്റീസിൽ വരുന്നത്. ദെൻ ത്രെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് അല്ലെ. ത്രെഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, പുറമേ നിന്ന് വരുന്നതാ, എക്സ്റ്റേണലാ. എന്തൊക്കെ ഇപ്പൊ നമ്മൾ പഠിച്ച ലീഗൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ, സോഷ്യോ കൾച്ചറൽ, ടെക്നോളജിക്കൽ, ഇതൊക്കെ എന്താ ത്രെഡ്സാ. എങ്കിലും പെട്ടെന്ന് വരുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ലീഗൽ ആക്ട്സുകൾ, പെട്ടെന്ന് പുതിയതായിട്ട് ഗവൺമെന്റ് റൂൾ ആൻഡ് പാസ്സാക്കി. ഓക്കെ, അപ്പൊ എന്താ, അത് ഇവർക്ക് എന്താ ഒരു ത്രെറ്റാ. അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് GST കൊടുക്കണം, പ്രോഫിറ്റിന്റെ മുകളിൽ ഇത്ര പെർസെന്റേജ് GST കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് ടാക്സ് കൊടുക്കണം, അവരെ ഗവൺമെന്റ് എന്ത് ചെയ്തു, പാസ്സാക്കി. അപ്പൊ എന്താ, നമ്മൾ ടാക്സ് കൊടുക്കണില്ലേ, അത് ഇവരുടെ എന്താ ഒരു ത്രെറ്റാ, അവർക്ക് ഇതൊരു ഭീഷണിയാ. അല്ലെങ്കിൽ ഒരു പുതിയ ഒരു കോമ്പറ്റീറ്റർ എന്ത് ചെയ്തു, നമ്മുടെ തൊട്ട്, അതായത് നമ്മുടെ മാർക്കറ്റിൽ തന്നെ എന്ത് ചെയ്തു വന്നു, നമ്മുടെ സെയിം പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒരു കോമ്പറ്റീറ്റർ എന്ത് ചെയ്യാണ് വന്നു, അതെന്താ നമുക്ക് ത്രെറ്റാ അല്ലെ, അവരുമായിട്ട് ഏറ്റുമുട്ടുന്നില്ലെങ്കിൽ അതെന്താ നമ്മുടെ ത്രെറ്റാ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ വേറെ കോമ്പറ്റീറ്റർ ചെയ്തത് എന്താ, അത് നമുക്ക് ത്രെറ്റാ. അപ്പൊ നമ്മൾ പുതിയതായിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യണം, പുതിയ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം അല്ലെ, പുതിയ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അതൊക്കെ എന്താ ബിസിനസിന്റെ ത്രെറ്റുകളിലാണ് ഇത് വരുന്നത്, ബിസിനസിനെ ഭീഷണിപ്പെടുത്തുന്ന ചില ഫാക്ടേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, SWOT അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആണ്. അതിൽ എൻവയോൺമെന്റിൽ 2 അനാലിസിസ് വരുന്നുണ്ട്, ഇന്റേണൽ അനാലിസിസ്, എക്സ്റ്റേണൽ അനാലിസിസ്. ഫസ്റ്റ് ഇന്റേണൽ അനാലിസിസിൽ വരുന്നതാണ് സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്. എക്സ്റ്റേണൽ അനാലിസിസ് വരുന്നത് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്. ഓക്കെ,
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ചായിരുന്നു. എന്താണ് ബിസിനസ് എൻവയോൺമെന്റ്, എൻവയോൺമെന്റ് എന്താ, ബിസിനസ് എന്താ, ബിസിനസ് എൻവയോൺമെന്റ് എന്താ, ബിസിനസ് എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, ടൈപ്സ് എന്താണ്. ഓക്കെ, പിന്നെ നമ്മൾ SWOT അനാലിസിസ് പഠിച്ചു, ഇമ്പോർട്ടന്റ് അതിന്റെ നാച്ചുറൽ എന്താന്ന് പഠിച്ചു, സ്കോപ്പ് എന്താ പഠിച്ചു, ഇമ്പോർട്ടൻസ് എന്താ പഠിച്ചു. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു ഓൾ.